ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ എൻ്റെ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി ഞാൻ വാഴ്ത്തുന്നു. നന്മ കൊണ്ട് സ്വർഗം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. നന്മയാൽ കർത്താവ് നിറയ്ക്കുമാറാകട്ടെ. ഇന്ന് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് വിശ്വാസത്തോടെ മുന്നേറാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ. ദൈവം നമുക്ക് കൂടെയുണ്ടല്ലോ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് കാണാനും കേൾക്കുവാനും സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇടയാക്കുന്നു. ആമേൻ. നമുക്ക് നന്ദിയോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ഇന്നും കർത്താവിൻ്റെ വചനത്തിൽ നിന്നും നമുക്ക് തുടർച്ചയായിട്ട് വചനം കേൾക്കാം. കർത്താവ് നമുക്ക് എല്ലാ മേഖലയിലും ദൈവം നമ്മളെ സാക്ഷ്യമാക്കി മാറ്റിയിരിക്കുന്നു. സകലത്തിലും ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റി. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിലുള്ള വിശ്വാസത്താൽ നമ്മൾ തകർന്നു പോകുന്നവർ ലിസ്റ്റിലല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് വരുന്ന ലിസ്റ്റിലാണ്. ആമേൻ. നമുക്ക് മുന്നോട്ട് പോകാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിച്ചു വരുന്നത്. എഫേസ്യ ലേഖനത്തിൻ്റെ അകത്ത് അതിൻ്റെ 3-ാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ഒരു വചന ചിന്ത, 2 കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ കേട്ടത്. ഇന്നലെ അത് കേട്ടവരാരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ഇന്നലെ കേട്ട വചന ചിന്ത എന്താണെന്നുള്ളത് ഓർമ്മയുള്ളത് പറഞ്ഞേ. അത്ഭുതങ്ങൾ നടക്കും. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു ആത്മാവിൽ നിറയുന്നവരായി. ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും തകർന്നു പോകുവാനോ നശിച്ചു പോകുവാനോ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്ന, കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും ഇന്ന് തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അല്ലേ? നമ്മൾ കർത്താവിൻ്റെ വചനം തുടർമാനമായിട്ട് നമ്മുടെ ലൈവിൻ്റെ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. നന്ദി കർത്താവേ. എല്ലാവരും അനാവശ്യമായിട്ടുള്ളവരെല്ലാം മൈക്കുകളെ മ്യൂട്ട് ചെയ്യുക. കഴിവതും നിങ്ങൾ നമ്മുടെ പ്രെയറിൻ്റെ ലിങ്കുകൾ നിങ്ങൾ ഫേസ്ബുക്കുകളിൽ ഷെയർ ചെയ്യാതിരിക്കുക. ഫേസ്ബുക്കിലോട്ട് ലിങ്കുകൾ ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങൾ ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് അയച്ചു കൊടുക്കുക. ഫേസ്ബുക്കുകളിലോട്ട് ലിങ്കുകൾ ഇങ്ങനെ നിങ്ങൾ അയക്കാതെ, ഷെയർ ചെയ്യാതെ വ്യക്തിപരമായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഫേസ്ബുക്കുകളിൽ ഷെയർ ചെയ്യാതെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യാതെ, വാട്സാപ്പ് വഴിയൊക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക, പ്രെയറിൻ്റെ ലിങ്കുകൾ. ആമേൻ. ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. തുടർമാനമായിട്ട് നമുക്ക് കർത്താവിൻ്റെ വചനം കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അന്യഭാഷയിൽ തുടർമാനമായിട്ട് എൻ്റെ ആഗ്രഹം ഇന്ന് നമുക്ക് രാവിലെ മുതൽ അന്യഭാഷ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ചില കാരണം കൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല. അല്ല എങ്കിൽ നമുക്കത് രാവിലെ മുതൽ ചെയ്യാൻ വേണ്ടിയായിരുന്നു പ്ലാന്. നടന്നില്ല. വരും ദിവസങ്ങളിൽ തുടർമാനമായിട്ട് അങ്ങനെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ചിലർക്ക് ശനിയാഴ്ചയാണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു അവൈലബിലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. എല്ലാം കൊണ്ട് ഒത്തു വന്ന് ആഴ്ചയിലൊരു ദിവസം അങ്ങനെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഒത്തുവരുന്നൊരു ദിവസം ദൈവം നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ ദൈവം നടത്തും. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വസിക്കാം. ഏറ്റവും ബെസ്റ്റ് തന്നെ ദൈവം നമുക്ക് വേണ്ടി തരും. ഏറ്റവും ബെസ്റ്റ് കാര്യം തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. ആമേൻ. ഇന്നലെ കേട്ട വചനം നിങ്ങളുടെ ഉള്ളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ആത്മാവിലൊന്ന് നിറയണമെന്ന്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ആമേൻ. നമ്മൾ ആത്മാവിൽ നിറയുന്ന വ്യക്തികളായെങ്കിൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുവാനും ഓവർകം ചെയ്യുവാനും കഴിയത്തുള്ളൂ.
നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ആത്മീയ ചിന്ത നമ്മുടെ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എല്ലാ ജീവിതത്തിലെ തടസ്സങ്ങളെ എങ്ങനെ നമ്മൾ പോലും അറിയാത്ത ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ അടഞ്ഞ വഴികൾ നമ്മുടെ മുമ്പിൽ കാണും അല്ലേ? അതെന്തുകൊണ്ട് തുറക്കുന്നില്ല, നമുക്കതിനെ എങ്ങനെ തുറക്കുവാൻ കഴിയും എന്ന് നമുക്കിന്നത് കേൾക്കാം. ആ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൊരു അനുഗ്രഹവും അത്ഭുതവുമായി തീരുമെന്ന് നന്ദി കർത്താവേ. നമുക്കിന്ന് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ആമേൻ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്ത് ചില വചനഭാഗങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം അതിൻ്റെ 3:12 നമ്മൾ ഇന്നലെ കേട്ടത്. നിങ്ങൾക്ക് അവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന വാക്യം, ആ ഒരു വചനത്തിൻ്റെ അകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത്, ഒരു സെക്കൻഡ്, ഓക്കെ, നിങ്ങൾക്കത് ആമേൻ. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നമ്മൾ ഫലം കായ്ക്കുന്നവരായി തീരണം. സകല മേഖലകളിലും നമ്മൾ ഫലം കായ്ക്കുന്നവരായി മാറണമെന്നാണ് ദൈവത്തിൻ്റെ പ്ലാൻ. എന്നാൽ പലപ്പോഴും നമ്മൾ പോലും അറിയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പം നമുക്കതിനെ ഓവർകം ചെയ്യാനോ കാണാനോ കഴിയാതെ പോകുന്നു പലപ്പോഴും, അല്ലേ? എങ്ങനെയാണ് നമുക്ക് ആത്മീയ ജീവിതത്തിൻ്റെ അകത്ത് ഫലപ്രദമായി തന്നെ മുന്നോട്ട് പോകുവാൻ കഴിയുന്നത്? ഫലപ്രദമായി തന്നെ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകുവാൻ കഴിയുന്നുള്ളത് നമുക്ക് വചനത്തിലൂടെ തന്നെ ഒന്ന് കേൾക്കാം. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എഫേസ്യ ലേഖനത്തിൻ്റെ അകത്ത് സൗണ്ട് ഇല്ല എന്ന് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു. ഓഡിയോ ക്ലിയർ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹോസ്റ്റായിട്ട് നിൽക്കുന്ന ക്ലിയറാ. ഈ കുറവാന്ന് പറയുന്നവർ ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ഈ സൂമിൽ എനിക്ക് വന്ന് ഞാൻ അതുകൊണ്ട് ലൈവ് ഒന്ന് ചെക്ക് ചെയ്തത്. ഓഡിയോ കുറവാണെന്ന് അറിയാൻ വേണ്ടിയാണ് ലൈവ് ഞാൻ ചെക്ക് ചെയ്തത്. ആമേൻ. എനിക്കറിയത്തില്ല, എല്ലാവർക്കും കുറവാണെന്ന് അയക്കുന്നത് ശരിയാണോ? പിന്നെയും കുറവാണെന്ന് മെസ്സേജ് അയക്കുന്നു. ഇപ്പോൾ ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ അല്ലേ? അപ്പോൾ ക്ലിയർ ആണെന്നുള്ളത് ഞാൻ അങ്ങ് പോവാണ്. ഓളിയം കർത്താവ് സഹായിക്കട്ടെ. ഇപ്പം കേട്ടോ, നിങ്ങളുടെ അവനിൽ ആശ്രയം വെച്ചിട്ട് കർത്താവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നോക്കിക്കേ. പൗലോസ് ലീഗ പറഞ്ഞു അതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, പൗലോസ് ലീഗ പലപ്പോഴും കഷ്ടങ്ങളെപ്പറ്റി പറയാൻ കാരണം സുവിശേഷ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സുവിശേഷം പറഞ്ഞ്, ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, ഇപ്പം പല ആൾക്കാരെയും സുവിശേഷം പ്രതി പലരെയും പല മിഷനറിമാരെ ഉപദ്രവിക്കുകയും അവരുടെ മുമ്പിൽ അവരെ പല രീതിയിൽ അവരെ കള്ളക്കേസി കൊടുക്കാനൊക്കെ നോക്കുന്നതിൻ്റെ സുവിശേഷ നിമിത്തം, അല്ലാതെ അവർ വേറെ ഒന്നും ചെയ്തുകൊണ്ടല്ല, സുവിശേഷ നിമിത്തമാണ്. അപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വത്തിനാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വഴി ആകുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ലീഗ പറയുന്നൊരു വാക്യതാണ്, തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം, നോക്കിക്കുക, തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ, നോക്കിക്കേ, യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. നോക്കിയ വിശ്വാസ ജീവിതം ബലപ്പെട്ട് മൂവ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ആത്മാവിൽ ബലപ്പെടുന്നതനുസരിച്ച് നിങ്ങളുടെ മുമ്പിൽ സ്പിരിച്വൽ ഡൈമെൻഷനുകൾ ഓപ്പണായി വരും. എനിക്കറിയാവുന്നൊരു ദൈവദാസനുണ്ട്, എനിക്കറിയാമെന്ന് വെച്ചാൽ വളരെ ഫേമസ് ആണ്. ഞാൻ ഒന്നും പേര് പറയാത്തതിൻ്റെ കാരണം ചിലപ്പം ഇവരെ പറ്റിയുള്ള നെഗറ്റീവ് മെസ്സേജുകളായിരിക്കും നിങ്ങൾ ആദ്യം കേൾക്കുന്നത്. അപ്പം മുൻവിധിയോടെ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ആളുടെയും പേരുകൾ വെളിപ്പെടുത്താത്തത് അതുകൊണ്ടാണ്. ചിലപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്ന അതായിരിക്കും. ഒരു തെറ്റിദ്ധാരണ മനസ്സിൽ കയറണ്ടല്ലോ നിർത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അകത്ത് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ ജോലിയെല്ലാം രാജിവെച്ചിട്ട് എൻ്റെ സുവിശേഷം വേല ചെയ്യുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് ഒരു ദിവസം പറഞ്ഞു.
ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇദ്ദേഹവും ഭാര്യയും പിള്ളേരും കൂടെ കൂടി ഇരുന്നുകൊണ്ട് ഇവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നീണ്ട നാളുകൾ അന്യഭാഷയിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം, കർത്താവ് പറഞ്ഞ പ്രകാരം സുവിശേഷ വേലയുമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങളൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ കാലം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ്, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തി. നിങ്ങൾക്കറിയാമോ, ഇന്ന് അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ നിങ്ങളിപ്പോൾ ഒരു കേടായ പല്ലുമായിട്ട് ചെല്ലുന്നതെങ്കിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ അകത്തുനിന്ന് ഒത്തിരി സാക്ഷ്യം കിടപ്പുണ്ട്. ആ കേടായ പല്ലുകൾ ഗോൾഡൻ പല്ലുകളായി മാറും. നിങ്ങൾക്കതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ആ കേടായ പല്ലിന് വേണ്ടി നമ്മൾ ഭയങ്കര പല്ലുവേദനയായിട്ട് ചെന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ലൈവായിട്ട് അവിടെ കാണാൻ പറ്റും. ആ കേടായ പല്ലുകൾ ഗോൾഡൻ പല്ലുകൾ, ലിറ്ററലി ഗോൾഡൻ പല്ലുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. അങ്ങനെ ഒത്തിരി സൂപ്പർ നാച്ചുറൽ, ഞാനതാ പറഞ്ഞത്, നിങ്ങൾക്ക് വിമർശിക്കുന്നവർക്ക് ഇതെല്ലാം വിമർശനങ്ങളാണ്. കാര്യം അവനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ദൈവപ്രവർത്തികളെ. അപ്പോൾ ഇത് ഞാൻ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. നിങ്ങളുടെ അകത്ത മനുഷ്യന് ഡൈമെൻഷനുകളുണ്ട്. നിങ്ങളുടെ അകത്ത മനുഷ്യന് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ 3-ാം സ്വർഗത്തോളം ഞാൻ എടുക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് യാത്ര ചെയ്യുവാൻ പറ്റും. പല ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ്. ഇതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പം പറയത്തില്ല, ബ്രദറെ എനിക്ക് 10 വർഷമായിട്ടൊരു നടുവേദനയായിരുന്നു, ബ്രദർ അവസാനം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനെടുത്ത് കൈവച്ചു, ഞാൻ എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് കൈവച്ച് പറഞ്ഞു, അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് 10 വർഷമായിട്ടുണ്ടായിരുന്ന വേദനകൾ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോയെന്നും മുഴകളൊക്കെ മാറിപ്പോയെന്നും നമ്മൾ എത്ര ദിവസവും ഈ സാക്ഷ്യം കേൾക്കുന്നതല്ലേ. ഇതെങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അറിയാവോ? സ്പിരിച്വൽ ഡൈമെൻഷനിൻ്റെ അകത്താണ്, അല്ലെങ്കിൽ ആത്മമണ്ഡലത്തിൻ്റെ അകത്താണ് ഈ പ്രവൃത്തികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി, ആത്മാവിൽ വളർച്ചയുള്ളൊരു വ്യക്തി മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ അകത്ത് വ്യാപരിക്കുന്ന സ്പിരിച്വൽ ഡൈമെൻഷൻ്റെ അകത്തു നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്താണ് ഞാനിത് പറയാൻ കാരണം? നിങ്ങളൊരു വിശ്വാസിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടത്തില്ല. വിശ്വാസിക്കകത്തു നിന്നും നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, അകത്ത മനുഷ്യനെ ബലപ്പെടുത്തണമെന്ന് പറ. നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്നതല്ലാതെ, മാനുഷിക തലത്തിലല്ലാതെ ഒത്തിരി ബ്ലോക്കുകൾ, ഇനി ഞാൻ എല്ലാവരെ പറ്റിയല്ല പറഞ്ഞത്, ചിലരുടെ കാര്യത്തിൽ എന്തൊക്കെയോ നിങ്ങൾക്കൊരു തോന്നൽ വരുന്നില്ലേ, ബ്രദർ എന്തുകൊണ്ടാണ് ആ കാര്യം അങ്ങോട്ട് നടക്കാത്തത്? എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? എന്തുകൊണ്ട് ആ കാര്യങ്ങൾ നടക്കുന്നില്ല? അപ്പോൾ നമുക്ക് മാനുഷികമായിട്ട് നമ്മൾ പറയും അതാണ് കാരണം, ഇതാണ് കാരണം. പക്ഷേ ആ കാരണങ്ങളൊക്കെ മാറിയിട്ടും പലപ്പോഴും പലതും ശരിയാകുന്നില്ല. പല കാര്യങ്ങൾ റെഡിയായി വരുന്നില്ല. എന്തുകൊണ്ടാണത് റെഡിയായി വരാത്തതിൻ്റെ കാരണം? സ്പിരിച്വലിൽ ഇതിൻ്റെ അകത്തൊരു തടസ്സമുണ്ട്. ആ സ്പിരിച്വൽ തടസ്സങ്ങളെ നീക്കുവാൻ നിങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, അവർ വാർഫെയർ വെപ്പൺസ് ആർ നോട്ട് കാർണൽ. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകമല്ല. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഞായറാഴ്ച ഞാനത് പറഞ്ഞിരുന്നു അല്ലേ. അതൊന്ന് പറയാൻ വേണ്ടിയിരുന്നത്, UK നമ്മുടെ സൺഡേ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. യൂട്യൂബിൽ കാണുന്നവർക്ക്, നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്നവർക്ക്, ഞാൻ ഇത്രയും ദിവസം അത് പറയാതിരുന്നു, വേറെ നിർബന്ധിക്കാതിരുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല. ഈ ഒരു രാജ്യത്ത് പ്രത്യേകിച്ച് ആരാധനയ്ക്ക് പ്രത്യേകിച്ച് പോകാതെ നിങ്ങളിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് സൺഡേയും കൂടെ ജോലിക്ക് പോകുന്ന എല്ലാ രാജ്യത്തും ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സൺഡേയും കൂടെ ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ സൂക്ഷിക്കണം കേട്ടോ. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, സൂക്ഷിക്കണമെന്ന് പറ. നിങ്ങളുടെ ജോലി അങ്ങനത്തെ ജോലിയാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ ദൈവം അങ്ങനെ ഒരു ജോലി തന്നു, ബ്രദർ എനിക്കിപ്പോൾ സൺഡേയും കൂടെ പോകാതിരിക്കാം, അങ്ങനത്തെ ജോലിയാണെങ്കിൽ ഓക്കെ. പക്ഷേ അല്ലാതെ ഞായറാഴ്ച വെറുതെ ഇരിക്കുവാണെങ്കിൽ ഉറപ്പിച്ചു കുറേ കാലം നിങ്ങൾ സുഖമായിട്ടൊക്കെ പോകും. കുറേ കഴിയുമ്പം ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്, ആരാധന മുടക്കരുത്. ഇനി ഇവിടെ എൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയാത്തവരാണെങ്കിൽ എവിടെയെങ്കിലും നല്ല ഒരു പ്രാർത്ഥനയ്ക്ക് മസ്റ്റായിട്ട് നിങ്ങൾ പോകണം. വരാൻ പോകുന്ന എന്തോ വലിയൊരു കാലഘട്ടം വരാൻ വേണ്ടി പോകുന്നു. ഞാൻ കണ്ട ഒരു ദർശനപ്രകാരം ആളുകൾ അവിടെ ഇവിടെയും വലിയ സ്ഫോടനങ്ങൾ പോലെ സംഭവിക്കുകയും ആളുകൾ ചെതറുകയും രക്ഷയ്ക്ക് വേണ്ടി ജനം ഓടുന്നൊരു കാഴ്ച കണ്ടു. ആ സമയത്ത് പട്ടുപോകരുതേ. ആ സമയത്ത് ആരെയും കോണ്ടാക്റ്റ് പോലും ചെയ്യാൻ കഴിയാത്തൊരു കാലം വരുന്നു. ശക്തിപ്പെടണം, ആത്മാവിൽ ശക്തിപ്പെടണം. ഇല്ല എങ്കിൽ നിങ്ങൾക്കൊരിക്കലും ആ സമയത്ത് നമ്മൾ മനസ്സ് കലങ്ങിപ്പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനോ വിശ്വസിക്കാനോ കഴിയാതെ പോകും. മനസ്സിൻ്റെ സ്ട്രെങ്ത് ലഭിക്കണമെങ്കിൽ അകത്ത മനുഷ്യനെ പരിപോഷിപ്പിക്കുന്നവരാകണം. ആമേൻ. അപ്പോൾ നോക്കിക്കേ, ഞാനിത് പറഞ്ഞു വന്നത്, നിങ്ങളത് ആരെങ്കിലും, ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ, നിർബന്ധമൊന്നുമില്ല,
ആരാധനയ്ക്ക് വെറുതെ ഇരുന്ന് കളയല്ല ജീവിതം. ആരാധനയിൽ ബലപ്പെടണം. ആഗ്രഹമുള്ളവർ നിങ്ങൾ കിലോമീറ്ററൊക്കെ നോക്കുക. ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ വരിക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കുറച്ച് പേര് മാത്രം കൂടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ വരിക, ആത്മാവിൽ ബലപ്പെടുക. ആമേൻ. ഇവിടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അപ്പോൾ നമ്മുടെ അകത്ത മനുഷ്യൻ എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ അകത്ത മനുഷ്യൻ്റെ ബലമാണ് നിങ്ങളുടെ പുറമേയുള്ള വിഷയങ്ങളുടെ വളർച്ച. ആമേൻ. ഇപ്പം നമ്മളിന്ന് ഏകദേശം ഇന്ത്യൻ സമയം ഒരു 6:30 മുതൽ 7:30, 8:30 നമ്മൾ ഇത്രയും നേരം പ്രാർത്ഥിച്ചു. നമ്മൾ എത്ര നേരം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു? 3 മണിക്കൂർ പ്രാർത്ഥിച്ചല്ലേ? 3 മണിക്കൂർ നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപയിടയാക്കി. എത്ര മണിക്കൂർ? 3 മണിക്കൂറാണ് നമ്മൾ പ്രാർത്ഥിച്ചത്? 2 മണിക്കൂർ. 2 മണിക്കൂറുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തെറ്റിപ്പോയത്. 2 മണിക്കൂറേ പ്രാർത്ഥിച്ചുള്ളൂ. മതി. 2 മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടുകയാണ്. ഓർത്തേ, അകത്ത മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ അകത്ത മനുഷ്യന് ഡൈമെൻഷനുകളുണ്ട്. അകത്ത മനുഷ്യൻ നിങ്ങൾ ഈ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം പറയുമ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ എന്താ സംഭവം എന്നറിയാവോ? നിങ്ങളുടെ പുറമേയുള്ള വിഷയങ്ങൾ, പുറമേ നിങ്ങൾ വിചാരിക്കുന്ന തടസ്സങ്ങൾ, എവിടെയൊക്കെയോ എന്തൊക്കെയോ ബ്ലോക്ക് ഉണ്ട് ബ്രദറെ, കാര്യങ്ങൾ അങ്ങോട്ടങ്ങ് ശരിയാകുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങളെ ഈ അകത്ത മനുഷ്യന് സഞ്ചരിക്കുവാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ആത്മാവിൽ അതിനെ ചെന്ന് ക്ലിയർ ചെയ്യുവാൻ പറ്റും. ഞാൻ ഈ പിശാശിൻ്റെ ലോകം പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. പിശാശിനെ ഉയർത്തുമല്ല, അവനെ യേശു തകർത്തതാണ്, അവൻ്റെ തല തകർത്തതാണ്. പിശാശ് ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ലൂക്കോസ്ലീഹായുടെ സുവിശേഷം നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ രോഗ ആത്മാവിനാൽ മഗ്ദലക്കാരി മറിയത്തെപ്പറ്റി പറയുന്നു. 9 തെറ്റിപ്പോൾ എനിക്ക് അറിയത്തില്ല, അങ്ങോട്ടും കൊണ്ട് ഞാൻ പറഞ്ഞത് മാറിപ്പോരുത്. ചിലപ്പോൾ അക്കങ്ങൾ എന്തെങ്കിലും മാറിപ്പോയെങ്കിൽ നിങ്ങൾ അതേ പിടിച്ച് വരരുത്. 9 ഭൂതം അവളുടെ മേലുണ്ടായിരുന്നു പറഞ്ഞു. 9 ഭൂതം മഗ്ദലക്കാരി മറിയത്തിൻ്റെ മേൽ 9 ഭൂതമുണ്ടായിരുന്നു. അപ്പോൾ ആ മകളുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പുറമേ ആൾക്കാർ നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ തകരാറുണ്ടെന്ന് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ. പക്ഷേ പിശാശ് എന്ത് ചെയ്തു? അവളുടെ ലൈഫിൽ കയറിയിട്ട്, ദുരാത്മാവായ അവളുടെ ശരീരത്തിൽ കയറിയിട്ട് ആ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തത് നമുക്കറിയാം, ചന്ദ്രരോഗം ബാധിച്ചൊരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അവനെ വെള്ളത്തിലും തീയിലിട്ട് കൊല്ലാൻ നോക്കുന്നു. അപ്പോൾ പുറമേ നോക്കുമ്പോൾ എന്തോ രോഗമാണ്, പുറമേ നോക്കുമ്പോൾ എന്തൊക്കെയോ വിഷയമാണ്. പക്ഷെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാശിൻ്റെ ഒരു ആത്മാവാണ്. ആമേൻ. നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞില്ല, 6000 ഭൂതം ബാധിച്ച ദുരാത്മാവുള്ള മനുഷ്യൻ, അവനെ നാട്ടുകാർ വിളിച്ചു ഭ്രാന്തനെന്ന. അപ്പം നാട്ടുകാർ കാണുന്നതല്ലാത്തൊരു വിഷയം, യഥാർത്ഥ വിഷയം കിടക്കുന്നത് മുഴുവൻ പിശാശ് അവനെ എന്ത് ചെയ്തിരിക്കുന്നു? ബന്ധിച്ചിരിക്കുന്നു. അപ്പം പിശാശ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവൻ്റെ ആത്മാവിലൂടെ, അവൻ്റെ ദുരാത്മാക്കളിലൂടെ അവൻ പലരുടെയും ജീവിതത്തെ, അതുകൊണ്ടാണ് പല വിഷയങ്ങൾ പറഞ്ഞത്. ദൈവാത്മാവ് ഇന്നലെ നമ്മളൊരു സാക്ഷ്യം കേട്ടത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമായിരുന്നു. ഒരു സഹോദരി പറഞ്ഞില്ലേ, വീടിൻ്റെ മുമ്പിൽ തിരുവത്താഴത്തിൻ്റെ ഒരു ഫോട്ടോ ഇരിക്കുന്ന വീട്ടിൽ മത്തായി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മേൽ വലിയൊരു അത്ഭുതം നടക്കുന്നു. ആ സഹോദരി പറഞ്ഞില്ലേ, നാളുകളായിട്ട് ശരീരത്തിൻ്റെ അകത്ത് പഴുപ്പ്, കാലേ നീരും വെച്ചു, പഴുപ്പ് ഇങ്ങനെ എടുത്ത് ഡോക്ടർ ചെക്കപ്പിന് വിട്ടിട്ട് വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റാത്തൊരു മനുഷ്യനായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തി, ആ വീടിൻ്റെ അടയാളം വെളിപ്പെടുത്തി. ആ സഹോദരി പറഞ്ഞില്ല, പിറ്റേ ദിവസം തന്നെ നീര് വറ്റി, പഴുപ്പ് വറ്റി. ഡോക്ടർ തന്നെ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഒരു മരുന്നും വേണ്ട, ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞ സാക്ഷ്യം എത്ര പേര് ഇന്നലെ കേട്ടു? ആ സാക്ഷ്യം കേട്ട എത്ര പേരുണ്ട്? ഞാൻ കേട്ടു. കണ്ടോ? അപ്പൊ എന്താ അവിടെ സംഭവിച്ചെന്നറിയാവോ? ആ രോഗം ചിലപ്പം ദുരാത്മാവ് കൊണ്ടിട്ടതായിരിക്കാം. ആ വ്യക്തിയുടെ ശരീരത്തെ ദണ്ണിപ്പിക്കേണ്ടതിന് ആ വ്യക്തിയുടെ 2 കാലിലും നീര് കൊണ്ടിട്ട്, പഴുപ്പ് കൊണ്ടിട്ട് ആ വ്യക്തിയെ ബന്ധിച്ചിട്ടിരിക്കുമായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് എങ്ങനെ ചെയ്തു? ആത്മമണ്ഡലത്തിൽ. ഞാൻ ചോദിച്ചോട്ടെ, ഈ സ്പിരിച്വൽ, നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഒത്തിരി പേര്, എനിക്കറിയത്തില്ല, ദൈവാത്മാവ് ആത്മാവിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയോ ഇതിൻ്റെ അകത്തുണ്ട്. അവർക്ക് വേണ്ടി ദൈവാത്മാവ് വചനത്തെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുക, വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ആ വീടിൻ്റെ അകത്ത് ഇങ്ങനൊരു ഈ അൾത്താരയുടെ തിരുമേശയുടെ രൂപമുണ്ടെന്നും അവിടെ ഒരു മത്തായി ഉണ്ടെന്നും ഞാൻ ചോദിച്ചോട്ടെ, ഇത് പറയുന്ന സമയത്ത്, ഈ പ്രവചനം വെളിപ്പെടുന്ന സമയത്ത് നമുക്ക് ആർക്കെങ്കിലും ഈ ഡീറ്റെയിൽസ് അറിയാമായിരുന്നോ? ഇല്ല. ഇനി പോട്ടെ, ആ സൗഖ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വീട്ടിൽ പോയി കൊടുക്കാൻ പറ്റുമായിരുന്നോ ഒറ്റ രാത്രി കൊണ്ട്?
ഇല്ല. അല്ലെങ്കിൽ ഒറ്റ രാത്രിയോ, എനിക്ക് ഒരു രാത്രിയോ എനിക്ക് തോന്നുന്നത്, ആ സഹോദരി പറഞ്ഞ അത്ര ക്ലിയർ അല്ലായിരുന്നു, 1 2 പോട്ടെ, എനിക്ക് അത് കറക്റ്റ് ഓർമ്മയില്ല. എങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആത്മമണ്ഡലത്തിൽ, സ്പിരിച്വൽ വേൾഡിൽ നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഇത് മനസ്സിലായത്? ഒരു സാധാരണ മനുഷ്യൻ ആ വീട്ടിലൊരു CC ക്യാമറ വെച്ചെങ്കിലോ, അല്ലെങ്കിൽ അവിടെയുള്ള ഒരാൾ ഇന്നൊരാളുണ്ടെന്ന് വിളിച്ച് ബ്രദറെ ഇന്ന കാലിന് നീരായിട്ട് പഴുപ്പുള്ളൊരു വ്യക്തി അവിടെ ഉണ്ട്, അയാളുടെ വീട്ടിൽ ഇങ്ങനെ ഒരാൾ തിരുമേശ്വര രൂപമുണ്ട്, ബ്രദർ നൈസായിട്ട് എന്ത് ചെയ്തു, ഒരു പ്രവചനം പോലെ പറഞ്ഞു, എന്നാലും പോരെ, എങ്ങനെ സൗഖ്യം കൊടുക്കും? ഇങ്ങനൊരു കാര്യം ഒരാൾ പറഞ്ഞു കൊടുത്ത്, ഇങ്ങനൊരു കാര്യം ലൈവിൽ പറഞ്ഞെന്ന് വിചാരിച്ചു, പക്ഷെ എങ്ങനെ സൗഖ്യം കിട്ടും? ഇത് സൗഖ്യം കിട്ടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ, അതാണ് പൗലോസ് പറഞ്ഞ, ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ഈ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കും. ഇതാണ് പ്രവചനം. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനോടല്ല, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനോടാണ്. എന്തുകൊണ്ട് നിങ്ങൾക്കത് കേൾക്കുവാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ അകത്ത മനുഷ്യൻ ഇപ്പോഴും ശിശുവായിരിക്കുന്നു. നമുക്കറിയാം, കുഞ്ഞുങ്ങളോട് നിങ്ങൾ പറയുക, മോനെ കുഞ്ഞെ, 1 വയസ്സുള്ള, ഇപ്പം എനിക്ക് ദൈവകൃപയിൽ കുഞ്ഞുണ്ട്, അവൻ 3 മാസം ആകുന്നതേ ഉള്ളൂ, 2 മാസം ആകുന്നതേ ഉള്ളൂ. കുഞ്ഞിനോട് ഞാൻ പറയുക, കുഞ്ഞെ എൻ്റെ മൊബൈൽ ഇങ്ങ് എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, അവന് എടുക്കാൻ കഴിയത്തില്ല. പക്ഷെ അവനത് കേൾക്കാൻ പറ്റും. കേട്ടത് അവനത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ പ്രായപൂർത്തിയായി വരണം. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ കൊച്ചിനോട് പറയാം, മോനെ അത് ഫോൺ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ അവൻ പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് വരും. കാര്യം അവനത് കേട്ട് ഗ്രഹിക്കുവാനുള്ള ആ ഒരു വളർച്ചയിലേക്ക് അവൻ എത്തിയിരിക്കുന്നു. കണ്ടോ? അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഈ ബലപ്പെടുക എന്ന് പറഞ്ഞാൽ വളരണം. അപ്പോൾ വളരും തോറും എന്ത് സംഭവിക്കുമെന്നറിയാവോ? നിങ്ങളുടെ അകത്ത് നിൽക്കുന്ന മനുഷ്യന് ഭയങ്കരമായിട്ടുള്ള കേൾക്കുവാനും കാണുവാനും കാര്യങ്ങളെ മനസ്സിലാക്കുവാനുമുള്ള കഴിവിലേക്ക്, പ്രാപ്തിയിലേക്ക് കയറി വരും. ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ, നേരത്തെ ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു ദൈവം, അത് നമ്മുടെ ദിവസവും വളർച്ചയുടെ വ്യത്യാസമാണ്. ഇന്നർമാനെ പറ്റി ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ആദ്യമൊക്കെ നമ്മൾ ഒരു കാര്യം എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥനയിലോ കൺവെൻഷനിലോ കൂടി വചനമെല്ലാം കേട്ടല്ലേ പണ്ടൊരു ബലം വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു 2 വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കുകയും നിങ്ങളുടെ മനസ്സിലൊരു ബലം വരുന്നതിൻ്റെ കാര്യം എന്നറിയാവോ? നിങ്ങളുടെ മനുഷ്യൻ ബലപ്പെടുന്നത് കൊണ്ടാണ്. ആമേൻ. അപ്പോൾ മനുഷ്യനെ കൂടുതൽ ശക്തിപ്പെടുത്തും തോറും, മനുഷ്യനെ കൂടുതൽ വളർത്തും തോറും എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങൾക്ക് സ്പിരിച്വൽ ഡൈമെൻഷനുകൾ വ്യത്യാസം വരും. വളരും തോറും നിങ്ങൾക്ക് പല കാര്യങ്ങളെയും ഓപ്പറേറ്റ് ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ കഴിയും. അതാ ഞാൻ പറഞ്ഞത്, പിശാച് പ്രവർത്തിക്കുന്നത് അവൻ്റെ ദുരാത്മാവിലൂടെ പലരുടെയും ജീവിതത്തിൽ പല തടസ്സങ്ങൾ കൊണ്ടുവന്നിട്ട് അവരെ എന്ത് ചെയ്ത് വട്ടം കറക്കുന്നുവെങ്കിൽ അവൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ മനുഷ്യന് കഴിയും. എങ്ങനെ മനുഷ്യന് കഴിയുന്നത്? പൗലോസ് പറഞ്ഞ വാക്കുകൊണ്ട്, ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. എങ്ങനെയാണ് വെളിപ്പെടുന്നത്? ആത്മാവിനാൽ അകത്ത മനുഷ്യൻ. നോക്കിക്കേ, ആത്മാവിനാൽ വേറെ ഒന്നിനും അകത്ത മനുഷ്യനെ ബലപ്പെടുത്താൻ കഴിയത്തില്ല. അകത്ത മനുഷ്യനെ ബലപ്പെടുത്തണമെങ്കിൽ പരിശുദ്ധ ആത്മാവിന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം തൻ്റെ ആത്മാവിനാൽ. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം പരിശുദ്ധ ആത്മാവിലൂടെ നിങ്ങളിപ്പോൾ പറയാം, നിങ്ങളിപ്പോൾ ഒരു ഒന്നാമത്തെ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത് നമ്മുടെ മനുഷ്യൻ്റെ ആത്മീയ ആഹാരമാണ് വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടത്, വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് നിങ്ങൾ വളരണം. അപ്പോൾ വചനം നിങ്ങൾ ഭക്ഷിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ മനുഷ്യന് ബലം വ്യാപരിച്ചുകൊണ്ടിരിക്കും. നിങ്ങളിപ്പം വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ, വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനുഷ്യൻ ഇങ്ങനെ ശക്തി പ്രാപിക്കുമ്പോൾ വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിപ്പം ആൾക്കാർ ചോദിക്കും, ബ്രദറെ, ഞാൻ ഈ വചനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താ എനിക്ക് ഗുണം? കാര്യം എനിക്കിപ്പോൾ ഞാൻ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക, വലിയ ചില വിഷയം, കടഭാരമോ ഞെരുക്കമോ രോഗമോ എന്തുമായിക്കോട്ടെ. അപ്പം ഞാൻ ഈ വചനം പറഞ്ഞാൽ എന്താ ബ്രദറെ ഗുണം? 2 കാര്യം ഞാൻ പറഞ്ഞു തരാവേ. വചനം പറയുമ്പോൾ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ബലപ്പെടുക എന്ന് പറഞ്ഞാൽ വളരും. ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാവോ? നിങ്ങളുടെ പുറമേയുള്ള വിഷയത്തെ
തൊടാൻ പറ്റും. അതായത് സാത്താൻ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ അതിനെ തൊടാൻ പറ്റും. എൻ്റെ കൂടെ പറഞ്ഞ്, മനുഷ്യന് അതിനെ തൊടാൻ പറ്റുമെന്ന് പറ. ആത്മമനുഷ്യന് അപ്പൊ നിങ്ങളുടെ മനുഷ്യനെ കൊണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ അകത്ത മനുഷ്യന് പല കാര്യങ്ങളെയും ഓപ്പറേറ്റ് ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നറിയാം. ഇപ്പം ഞാൻ പറയാം എന്തുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല, പക്ഷേ വേറൊരാൾ, ഒരു ബ്രദറോ അഭിഷേകമുള്ളൊരു വ്യക്തിയോ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവർത്തികൾ നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടില്ലേ എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അത് നടന്നില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. എനിക്കറിയാവുന്ന ഒരു വീട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വീട്ടിലെ പിതാവ് നാളുകളായിട്ട്, കോട്ടയത്തുള്ളൊരു പിതാവ് നാളുകളായിട്ട് അദ്ദേഹം ഈ ഓക്സിജനൊക്കെ വെച്ചുകൊണ്ട് കിടപ്പിലായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു രോഗം അദ്ദേഹത്തിന് പിടിക്കപ്പെട്ടു. അദ്ദേഹം ഓക്സിജനൊക്കെ കണക്ട് ചെയ്തിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ വല്ലാത്ത ഭാരത്തിലായിരുന്നു. അപ്പോൾ ആ കുടുംബം വളരെ നാളായിട്ട് വളരെ നാളുകൾ അവർ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പിതാവിനൊരു വ്യത്യാസം വന്നില്ല. ഈ യൂറിൻ ബാഗ് എല്ലാം കണക്ട് ചെയ്തേക്കുമായിരുന്നു, ഓക്സിജൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്തോ ഒത്തിരി കൃത്രിമമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ തന്നെയായിരുന്നു അവർ. വീട്ടിൽ ഡോക്ടർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് അവരെ കൊണ്ടുവന്നേക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദൈവദാസൻ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആ ഒറ്റ പ്രാർത്ഥനയിൽ തന്നെ, നാളുകളായി പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യം, ഒറ്റ പ്രാർത്ഥനയിൽ തന്നെ ആ മനുഷ്യൻ പെട്ടെന്നൊരു ഞെട്ടിയ ഉടനെ തന്നെ പുള്ളി ശ്വാസം ക്ലിയറായി. ഉടനെ ഇതൊക്കെ എടുത്ത് മാറ്റി പുള്ളി എണീറ്റ് അപ്പച്ചൻ നടന്നു. 65-70 വയസ്സുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് അവിടെ വന്ന വ്യത്യാസം? ആ വീട്ടുകാർ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല, പക്ഷേ ഈ വ്യക്തി പ്രാർത്ഥിച്ചപ്പോൾ നടന്നു. എന്താ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ആ വ്യക്തിക്കകത്ത് മനുഷ്യന് ശക്തി കൂടുതലുണ്ട്. അപ്പം മനുഷ്യന് ശക്തി കൂടുന്നതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചില കാര്യങ്ങളെ നമുക്ക് ചിലപ്പം പറ്റാത്ത, ഞാനത് ഒരിക്കലും അങ്ങോട്ടും കുറച്ചും കൂട്ടിയും കാണിക്കുമൊന്നുമല്ല, ഈ സ്പിരിച്വൽ ഡയമെൻഷൻ്റെ റാങ്കുകളെ ഒന്ന് വ്യത്യാസം പറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നവൻ്റെ അകത്തുണ്ടാകുന്ന. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ എൻകറേജ് ചെയ്യുകയാണ്, ബലപ്പെടാനും ശക്തിപ്പെടാനും ആത്മാവിൽ നിറയുവാനും ഞാൻ എൻകറേജ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കന്ന് ഒത്തിരി തോന്നി, ഇപ്പോഴല്ല, ഞാൻ കുറേ വർഷം മുമ്പ്, അപ്പം ഞാനിന്ന് പ്രെയറിലൊക്കെ വരുന്ന ടൈമിലാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയ ചിന്ത, കാര്യം അദ്ദേഹം വന്ന് ചുമ്മാ ജസ്റ്റ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആ വ്യക്തി എന്ത് ചെയ്തു? ചാടി എണീറ്റ് എല്ലാ കാര്യങ്ങളും ഓക്കെ, സാധാരണ മനുഷ്യനെ പോലെയായി. എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നു? ആ വ്യക്തി പ്രാർത്ഥിച്ചപ്പോൾ മാത്രം എങ്ങനെ ദൈവപ്രവൃത്തി ഉണ്ടായി? അതിൻ്റെ കാരണം ആ വ്യക്തിയുടെ അകത്ത മനുഷ്യൻ ഭയങ്കര ബലപ്പെട്ട് നിൽക്കുക. അങ്ങനെ ബലപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തിക്ക് വേഗത്തിൽ ചില കാര്യങ്ങളെ വിടുതലിലേക്ക് കൊണ്ടുവരാൻ പറ്റും, വേഗത്തിൽ ചില കാര്യങ്ങളെ സെറ്റിൽ ചെയ്യുവാൻ കഴിയും, വേഗത്തിൽ ചില വിഷയങ്ങളെ തൊടുവാൻ കഴിയും, തടസ്സങ്ങളെ നീക്കുവാൻ കഴിയും. ആമേൻ. നോക്കിക്കേ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇവിടെ വചനം പറയുന്നു, നിങ്ങളുടെ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തണം. ഒന്നാമത് ഞാൻ പറഞ്ഞു, വചനം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനുഷ്യൻ ദിവസവും ശക്തിപ്പെടുന്നു. പക്ഷെ പുറമേ ഒന്നും കാണുന്നില്ല ബ്രദറെ. ഞാൻ ഈ വചനം പറഞ്ഞ് വായിലെ വെള്ളം പറ്റുകയും ഉറങ്ങി വീഴുന്നതല്ലാതെ ബ്രദറെ എനിക്കൊരു വ്യത്യാസവും കാണാൻ പറ്റുന്നില്ല. പ്രിയരെ, അകത്ത മനുഷ്യനാണ് വ്യത്യാസം, പുറമേ അല്ല. വ്യത്യാസം അകത്ത മനുഷ്യനാണ്. ഈ വ്യക്തി വളർന്നു കഴിഞ്ഞാലുള്ള ഗുണം ഞാൻ പറഞ്ഞു തരാം. ഈ വ്യക്തി വളരും തോറും നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രതികൂലത്തിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ, പണ്ട് നിങ്ങൾ കരഞ്ഞു കൂകി നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത വിഷയം അവിടെ ചെന്നിട്ട് നിങ്ങൾ പറയും യേശുവിൻ്റെ നാമത്തിൽ അന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് റെഡിയാകുന്നു. അപ്പോൾ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ കൂട്ടായ്മ വരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തൊരു വിഷയം ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുതേ. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, വചനം കേട്ടതുകൊണ്ടാണ്. കൂട്ടായ്മ കേട്ടിട്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം നടന്ന ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ? ഉണ്ട്. ഇന്നലകളിൽ നടന്നില്ല, പക്ഷെ ഇപ്പം ബ്രദറെ അത് പ്രാർത്ഥിച്ചപ്പം നടന്നു.
ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചെന്നറിയാവോ? ഇവിടെ ഒരു പരിപാടിയുണ്ട്, ബ്രദർ നിർബന്ധിച്ച് വചനം പറയിപ്പിക്കും അല്ലേ? ബ്രദർ നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. പലരും കൊണ്ട് പറയുന്നുണ്ട്, ബ്രദറെ എന്തിനാ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ വചനം പറയിപ്പിക്കാനും പ്രാർത്ഥിക്കാനും മെനക്കെടുന്നത്? എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെട്ടാൽ ബ്രദർ പ്രാർത്ഥനയുടെ വേണ്ടി കാത്തു നിൽക്കേണ്ട, നിങ്ങൾക്ക് സ്വയമായി അതിനെ ഓപ്പറേറ്റ് ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്നലകളിൽ നിങ്ങളൊരു സാധാരണക്കാരനെ പോലെ പ്രാർത്ഥിച്ചു. നിങ്ങളുടെ അകത്ത മനുഷ്യൻ ചുമ്മാ കരഞ്ഞുകൊണ്ടിരിക്കും, കുഞ്ഞു കൊച്ചിനെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അകത്ത മനുഷ്യൻ വചനത്താൽ പുഷ്ടി പ്രാപിച്ചു. അപ്പോൾ കൂടുതൽ നിങ്ങൾ ഫീഡ് ചെയ്യാൻ തുടങ്ങിയാൽ, കൂടുതൽ വചനം കൊടുക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ബലപ്പെടുകയും നിങ്ങൾക്ക് പല പിശാചിൻ്റെ വിഷയങ്ങളെയും, നിങ്ങൾക്കറിയാം ബ്രദറെ എനിക്കെന്തോ ഒരു തടസ്സമുണ്ട്, അവിടെ നിങ്ങളൊരൊറ്റ വചനം പറഞ്ഞാൽ ആത്മാവിൽ ശക്തിയിൽ ബലപ്പെട്ട വ്യക്തി, വലിയ പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ല, അവിടെ ഇരുന്നുകൊണ്ട് യേശുവിൻ്റെ നാമം ഒന്ന് പയ്യെ പറഞ്ഞാൽ മതി, അവിടെ ശക്തി വ്യാപരിച്ചിരിക്കും. കാര്യം അകത്ത മനുഷ്യൻ വളരെ സ്ട്രോങ് ആക്കണം എപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞായറാഴ്ചയൊക്കെ പ്രത്യേകിച്ച് ആരാധന ഇല്ലാതെ ജോലിക്ക് പോകാൻ വേണ്ടി ആരെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുവാണേ, പമ്മി ഇരിക്കരുതേ. ഈ ചിലപ്പോൾ നിങ്ങൾക്കൊരു 100 പോട്ടെ ഒരു ദിവസത്തെ പൈസ കൂടുതൽ കിട്ടുമായിരിക്കും, അതുകൊണ്ട് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും കേട്ടോ. ഒന്നും ഇപ്പോൾ ആത്മാവിൽ ബലപ്പെട്ടോണം, സമയം പ്രാർത്ഥനയിൽ കണ്ടെത്തണേ. അടുത്തതാണ് അന്യഭാഷാ പ്രാർത്ഥന. അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നിർബന്ധിക്കുന്നു, അന്യഭാഷ വരം വേണം. അന്യഭാഷാ പ്രാർത്ഥന എല്ലാ ദിവസവും ഉണ്ട്, അതിൽ പങ്കുചേരണം. അന്യഭാഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം. എന്തുകൊണ്ടെന്നാൽ ആത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ വർദ്ധിക്കും തോറും നിങ്ങൾ പിന്നെ തലകുത്തി മറിഞ്ഞ് പ്രാർത്ഥിച്ച വിഷയങ്ങൾ പിന്നെ അതുപോലൊന്നും ചെയ്യണ്ട. വെറുതെ ഒരാമയം പറഞ്ഞാൽ അത്ഭുതമാണ്, വെറുതെ ഒരാമയം പറഞ്ഞാൽ. ഞാനൊരു ദേവദാസൻ്റെ ഒരു സാക്ഷ്യം പണ്ട് കേട്ടതാണ്. അദ്ദേഹത്തിന് വേണ്ടി വലിയ ആയിരക്കണക്കിന് 10,000 കൂട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യയിലൊരു സുവിശേഷൻ ഉണ്ടായിരുന്നു. ഞാൻ പേരുകളൊന്നും വെളിപ്പെടുത്തുന്ന കാരണം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും, വലിയ കൂട്ടം ആൾക്കാരാണ്, ഭയങ്കര കൂട്ടം നിറച്ചും ആൾക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടി ഓടി വരും. പക്ഷെ നടക്കുന്നില്ല. കാര്യം കൂടെയുള്ള അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന അവരുടെ ഓൾ ഇന്ത്യ ആയിട്ട് നിൽക്കുന്ന സഹോദരന്മാർ ഇദ്ദേഹത്തിൻ്റെ ഈ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഭയങ്കര ബന്ധപ്പെടും. കാര്യം 10,000 ആൾക്കാർ ഇങ്ങനെ വന്ന് നിൽക്കുക, വേണേൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഇവരുടെ ഇടയിൽ നിന്ന് ഇദ്ദേഹത്തിന് തിരിച്ചു പോകണം. കാര്യം അത്രയും പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം മാസ്സായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോവുമെങ്കിലും അദ്ദേഹത്തെ കാണാനും തൊടാനും അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ നിരന്ന് വരിക. ആ കൂട്ടത്തിൽ ഈ ഒരു സഹോദരി ഇങ്ങനെ നേരെ വരിക. ഈ സഹോദരി വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും ഒന്നും മുഖാമുഖം വന്നു. അതായത് ഇവർ രണ്ടുപേരുടെയും ഐ കോണ്ടാക്റ്റ് കറക്റ്റായിട്ട് വന്നു. അതായത് ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഈ സഹോദരി നേരെ വരികയും ഇദ്ദേഹം കാണുകയും ചെയ്തു. ഐ കോണ്ടാക്റ്റ് നേരെ വന്നപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഈ സഹോദരി ഇങ്ങനെ കൈ കാണിച്ച് വിളിക്കുക, നിലവിളിച്ച് വിളിക്കുക. അപ്പോൾ പറ്റത്തില്ല, ഇവരുടെ ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഗോഡ് ബ്ലെസ് യു എന്നൊരു വാക്ക് മാത്രം പറഞ്ഞു. അതിനുശേഷം തമിഴ്നാട്ടിലൊരു പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അവിടെ ഇദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവിടെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക, ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ഒരു സഹോദരി സാക്ഷ്യം പറയുക, ഇന്നപോലെ ഞാനൊരു പ്രാർത്ഥനയിൽ ഇങ്ങനെ പങ്കുചേർന്നപ്പോഴേക്കും ഈ ദേവദാസനെ കൊണ്ട് എൻ്റെ കൈ ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങിപ്പോയിരിക്കും. അതായത് നമുക്കറിയാലോ ഈ ചില സമയത്ത് വീഴ്ച നിമിത്തം ചിലരുടെ ഈ കൈ ഡിസ്ലോക്കേറ്റഡ് ആയി പോകും അല്ലേ, അതിങ്ങനെ ചിലപ്പോൾ ഒന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ എപ്പോഴും പൊക്കോണ്ടിരിക്കും. അങ്ങനെ ഈ സഹോദരൻ്റെ കൈ അങ്ങനെ ഇറങ്ങിക്കിടക്കുമായിരുന്നു. അത് തിരിച്ച് നോർമലാക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇദ്ദേഹം ആ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ സഹോദരി വന്നത്, പക്ഷേ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. പകരം ഇദ്ദേഹത്തിനെ നോക്കിയപ്പോൾ ഇദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞു. ആ ഒറ്റ വാക്ക് കേട്ടപ്പോൾ തന്നെ ഈ സഹോദരൻ്റെ കൈ നോർമൽ കണ്ടീഷനിലേക്ക് തന്നെ വന്നു. കണ്ടോ, കൈ വെച്ചില്ല, അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചില്ല, ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ആ കൈ നോർമൽ കണ്ടീഷനിലേക്ക് വന്നു. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ മനുഷ്യൻ വളരെ സ്ട്രോങ് ആണ്. അദ്ദേഹത്തിൻ്റെ മനുഷ്യൻ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ അവിടെ അത്ഭുതങ്ങളായി മാറുന്നു. ആമേൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് വളരുവാനുള്ള മാർഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രത്യേകിച്ച് പാരമ്പര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഇത്രയും ഇപ്പം നമുക്ക് എത്ര ലൈവിൽ സൂമിൽ 537 പേര് കാണുന്നു. ദിവസവും ദൈവകൃപയാൽ ഇത്രയും ആൾക്കാർ വരുന്നു ലൈവിൽ. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ കാണുന്നു യൂട്യൂബിൽ, മറ്റെല്ലാ സംവിധാനത്തിലും കാണുന്നത്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇതിനെല്ലാത്തിനും കാരണം എന്താണ്? അഭിഷേകമാണ്.
മിടുക്കല്ല, കഴിവല്ല, പ്രാപ്തിയല്ല, ഗുണമല്ല, ശ്രേഷ്ഠതയല്ല, പുകഴുവാൻ ഒന്നുമില്ല. ദൈവമിട്ട അഭിഷേകമാണ്. ഈ അഭിഷേകത്തെ നിങ്ങൾ ജ്വലിപ്പിക്കും തോറും അവിടെ എന്ത് സംഭവിക്കുന്നു? ഇത് ആളിക്കത്തും. നിങ്ങളുടെ അകത്ത മനുഷ്യൻ വളരും തോറും പലതിനെയും ആക്സസ് ചെയ്യുവാൻ കഴിയും. പല കാര്യങ്ങളെയും നിങ്ങൾക്ക് തൊടുവാൻ കഴിയും. മനുഷ്യനെ ശക്തിപ്പെടണമെന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ പൗലോസ് ശ്ലീഹായും ഞാനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും, ബ്രദർ രണ്ടുപേരും സുവിശേഷകരല്ലേ? പത്രോസ് ശ്ലീഹായും നിഖിൽ ബ്രദറും തമ്മിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും സുവിശേഷം പറയുന്ന ആൾക്കാരല്ലേ? രണ്ടുപേരും യേശുവിൻ്റെ വചനമല്ലേ പറയുന്നത്? പക്ഷേ വ്യത്യാസങ്ങൾ ഒത്തിരിയുണ്ട്. കാര്യം അവർ ആത്മാവിൽ കുറച്ചും കൂടെ സ്ട്രെങ്ത് ഉള്ളവരാണ്. എന്താ അതിൻ്റെ അർത്ഥം? അവർ ശിഷ്യന്മാരായതുകൊണ്ടാണോ? ആദ്യ ശിഷ്യന്മാരായതുകൊണ്ടോ? അല്ല, അവർ ഡൈമെൻഷനുകളെ ഉപയോഗിക്കുന്നവരാണ്, കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നവരാണ്, മണിക്കൂറുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ വളർച്ചയ്ക്ക് വേണ്ടി വില കൊടുക്കുന്നവരാണ്. ആമേൻ. അപ്പം വില കൊടുത്ത് നമ്മൾ നമ്മുടെ മനുഷ്യനെ വളർത്തണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പഠിച്ചൊരു സീക്രട്ട് എന്നാണെന്നറിയോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. അത് കഴിഞ്ഞിട്ടേ വേറെ എന്ത് വിഷയവും പിടിക്കാവുള്ളൂ. വേറെ എന്ത് വിഷയവും അത് കഴിഞ്ഞിട്ട് മതി. അത് കഴിഞ്ഞിട്ട് ഉള്ളൂ വേറെ എന്തും പിടിക്കാവുള്ളൂ. ഇപ്പം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ സൂം പ്രെയർ നടക്കുന്നു. ഞാൻ എപ്പോഴും അങ്ങനെ, കർത്താവേ നിവർത്തി ഉണ്ടെങ്കിൽ, കർത്താവേ അതുപോലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ സൂം പ്രെയർ ദിവസവും ഇല്ലാതിരിക്കത്തുള്ളൂ. അല്ലേ? ദിവസവും ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ദൈവസന്നിധിയിൽ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവ് അത്രത്തോളം നമുക്കൊരു ബുദ്ധിമുട്ട് വന്നെങ്കിൽ മാത്രമേ ഇത് ഒഴിവാകുന്നുള്ളൂ, ഒരു ദിവസം വ്യത്യാസം വരത്തുള്ളൂ. അത്രത്തോളം. ആമേൻ. അപ്പം അതിൻ്റെ ആഗ്രഹം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിവസവും ഞാൻ വചനം നിങ്ങളോട് പറയുമ്പോൾ, ദിവസവും അതിനുവേണ്ടി ആത്മാവിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ, എൻ്റെ അകത്ത മനുഷ്യൻ വളരുന്നതനുസരിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എൻ്റെ ചുറ്റുവട്ടത്തിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എൻ്റെ സ്പിരിച്വൽ റാങ്കിങ്ങുകൾ വ്യത്യാസം വരും. എൻ്റെ സ്പിരിച്വൽ ഡൈമെൻഷനുകൾ വ്യത്യാസം വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങൾ തലകുത്തി മറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യങ്ങൾ കുറയുകയും നിങ്ങൾ വളരെ സൗമ്യമായി പ്രാർത്ഥിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ വരികയും ചെയ്യും. ആമേൻ. അപ്പോൾ ഈ വളർച്ചയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകണമെങ്കിൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ ശക്തിപ്പെടുത്തണം. അതുകൊണ്ടാണ് നിങ്ങൾ പല ബ്രദർമാരുടെയും പുറകെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ ചെയ്യുന്ന. അങ്ങനെയല്ലേ? എവിടെയാ നല്ലൊരു പ്രാർത്ഥിക്കുന്ന ബ്രദറുള്ളത്? നമ്മൾ അന്വേഷിക്കുന്നില്ല. എവിടെയാണ് നല്ല പ്രവാചകനുള്ളത്? എവിടെയാണ് നല്ലതുപോലെ പ്രാർത്ഥിക്കുന്ന എന്തൊരവസ്ഥയാണ് നിങ്ങളത് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളുടെ അകത്ത് ഇത്രയും വലിയ അവസരം കടന്നിട്ട് ആ അവസരത്തെ നിങ്ങൾ ജ്വലിപ്പിക്കാതെ, നിങ്ങൾ ശക്തിപ്പെടുത്താതെ നിങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ബ്രദർമാരെ ഞാൻ കുറ്റപ്പെടുത്തുമല്ല, അവർ തിരക്കുള്ളവരാ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് ബിസിയാണ്. അവർ ആത്മമണ്ഡലത്തിൽ വളരും തോറും അവർ ബിസി ആയിക്കൊണ്ടിരിക്കും. അവർക്ക് കൂടുതൽ സമയം ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച് അവർ ബിസി ആയിക്കൊണ്ടിരിക്കും. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ പണ്ട് പറയുമോ, ബ്രദർ എന്തൊരു ജാടയാ, എന്തൊരു ബഹളവാ, വിളിച്ചാലെടുക്കത്തില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി, അവർക്ക് തിരക്കുകൾ ദൈവം കൊടുത്തോണ്ടേയിരിക്കും. അവരെ ദൈവം ഓടിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ സ്പിരിച്വൽ ഡൈമെൻഷനുകൾ വ്യത്യാസം വരുന്നതനുസരിച്ച് അവർ വളർന്നുകൊണ്ടേയിരിക്കുമ്പോൾ അവർ അതിരുകൾ വിസ്താരമായിക്കൊണ്ടേയിരിക്കും. ഇതേപോലെ തന്നെ നിങ്ങളുടെ അകത്ത മനുഷ്യനെ ഫീഡ് ചെയ്യണം. അപ്പോൾ എന്തിനാ ഞാൻ ഈ വചനം പറഞ്ഞത്? രണ്ട് കാര്യമാണ്. ഒന്ന്, എനിക്ക് അനുഗ്രഹം കിട്ടും. രണ്ട്, എൻ്റെ അകത്ത മനുഷ്യൻ വളരും. ഇപ്പം മനസ്സിലായോ? ഒന്ന്, ഞാൻ വചനം പറയുമ്പോൾ എനിക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകുകയും, രണ്ട്, എൻ്റെ അകത്ത മനുഷ്യൻ ബലപ്പെടുമ്പോൾ തടസ്സങ്ങളെ മാറ്റുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറും. തടസ്സങ്ങളെ മാറ്റുന്ന വ്യക്തിയായി ഞാൻ മാറും. അതാണ് വ്യത്യാസമേ. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പ്രവചനത്തിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞത്. അങ്ങനെ പ്രവചനത്താൽ സൗഖ്യം നടന്ന ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ? ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞ് പ്രവചനത്താൽ രോഗസൗഖ്യം, ഇന്ന രോഗം വെളിപ്പെട്ടു, ഇന്ന കാര്യം അടയാളമുള്ള വ്യക്തി കേട്ടു, അങ്ങനെ സൗഖ്യം നടന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു കോട്ടയത്തൊരു പറയാൻ വേണ്ടിയാണോ? കോട്ടയത്ത് പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയേക്കുന്നത്? ആ, അതെ, മോനെ ഉണ്ടായിരുന്നു. യേശുവിന്റെ തിരുമുറിയിനാൽ സൗഖ്യം വന്നിരിക്കും പ്രാർത്ഥിച്ചതിന്റെ പണ്ട് കംപ്ലീറ്റ് ക്യൂർ ആയിട്ട്. ആമേൻ, സ്തോത്രം. അങ്ങനെ ഒത്തിരി സാക്ഷ്യമുണ്ടല്ലേ.
അപ്പോൾ കോട്ടയത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോട്ടയത്ത് നമ്മളൊരു സാക്ഷ്യം കേട്ടൊരു സഹോദരി കാലിൽ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഒരു ഇതുപോലെ അടയാളം പോലെ രോഗത്തിന് കിടക്കുന്ന ഒരാളെ, അത് ടി വിയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, കാലിങ്ങനെ പൊക്കി വെച്ചുകൊണ്ടാണ് ആ വ്യക്തി ഇരിക്കുന്നത്. നമ്മൾ ആ സാക്ഷ്യം ലൈവായിട്ട് ആൻറ്റി നേരിട്ട് വന്ന് കോട്ടയത്ത് ആദ്യത്തെ പ്രാർത്ഥനയിൽ സാക്ഷ്യം പറഞ്ഞായിരുന്നു. ആദ്യത്തവണ രണ്ടാമതവണ എനിക്ക് ഓർക്കുന്നില്ല. ആ രോഗം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ പാടുകൾ അപ്രതീക്ഷമായി പോയി, പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു എന്ന് പറഞ്ഞ സാക്ഷ്യം നമ്മൾ കേട്ടു. ആമേൻ. അപ്പം തടസ്സങ്ങളെ നീക്കുവാൻ ആത്മാവിൽ ബലപ്പെട്ട വ്യക്തികളാൽ ദൈവം ചെയ്യും. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്, നിങ്ങളിലൂടെ അത് നടക്കും. സമയം നമ്മൾ കൊടുക്കണം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ശരീരത്തെ നോക്കത്തില്ല. എങ്ങനെയാണ്? രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നു, വൈകുന്നേരം ഡിന്നർ കഴിക്കുന്നു, വൈകുന്നേരം ഒരു ചായ കുടിക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തെ നമ്മൾ ഭംഗിയായി നോക്കുവാൻ ശ്രമിക്കുന്നു, നമ്മുടെ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? രോഗവിമുക്തമാക്കാൻ വേണ്ടി നോക്കുന്നു. അപകടകരമായുള്ള കാര്യങ്ങൾ കഴിക്കാതെയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകാതെയും അനാരോഗ്യം വരുത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ലേ? എന്തിനാണെന്നറിയാവുന്ന കൂടുതൽ ആയുസ് ജീവിക്കാൻ വേണ്ടി, അല്ലേ? കൂടുതൽ കാലം ജീവിക്കാൻ വേണ്ടി. ഇതേപോലെ നിങ്ങളുടെ സ്പിരിച്വൽ മനുഷ്യൻ, ആത്മ മനുഷ്യനെയും നിങ്ങൾ എന്ത് ചെയ്യണം? ബലപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങളുടെ ഭൗതിക തലങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുവാൻ കഴിയും. ആമേൻ. ഞാനൊരു ദൈവദാസൻ്റെ സാക്ഷ്യം കേട്ടതാണ്. അത് നടക്കുന്ന സംഭവമാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടക്കുന്ന സംഭവമാണ്. ആരുടെയും പേര് ഞാൻ പറയത്തില്ല. നിങ്ങളും ആ സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിന് ഒന്ന് ഹോൾഡ് ചെയ്യണേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ, ഞാൻ ഇടയ്ക്ക് ഇന്ന് മ്യൂട്ട് ചെയ്തില്ല, ക്ഷമിക്കണം. ഞാനിത് മ്യൂട്ട് ചെയ്തായിരുന്നു ഇവിടെ. അദ്ദേഹത്തിന് എപ്പോൾ ഫിനാൻസിന് ആവശ്യം വന്നാലും, എപ്പോൾ അദ്ദേഹത്തിന് സാമ്പത്തിക ആവശ്യം വന്നാലും, അദ്ദേഹത്തിൻ്റെ ഡ്രോയിൽ, അദ്ദേഹത്തിൻ്റെ മേശയിൽ കൊണ്ടുവന്ന് ദൂതന്മാർ പൈസ വെക്കും. കേട്ടോ? ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വിമർശിക്കുന്നവൻ വിമർശിച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. അത്ഭുതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അനുഭവം ഉള്ളതുകൊണ്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റും. ദൂതന്മാർ അദ്ദേഹം ആത്മാവിൽ ബലപ്പെട്ട് അന്യഭാഷയൊക്കെ പ്രാർത്ഥിച്ച് വചനമൊക്കെ പറഞ്ഞുകൊണ്ട് പോയി ഡ്രോ തുറക്കും. അദ്ദേഹത്തിൻ്റെ മുറിൽ ഡ്രോ ഉണ്ട്. ആ ഡ്രോ തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് പൈസ വന്നിരിക്കും. അദ്ദേഹത്തിന് എത്ര ആവശ്യമുണ്ടോ ആ പണം ആ ഡ്രോയറിൽ വന്നിരിക്കും. കണ്ടോ? നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. കാര്യം അകത്ത മനുഷ്യന് ഡൈമെൻഷനുകൾ ഉള്ളതുകൊണ്ട് ഈ മനുഷ്യന് നിങ്ങളുടെ ജീവിതത്തിൽ ആക്സസ് ചെയ്യുവാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. യേശുക്രിസ്തു 5 അപ്പം എടുത്തിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. നോക്കിക്കേ, ഒരു കൊട്ടയ്ക്കകത്ത് 5 അപ്പവും 2 മീനും. എന്നിട്ട് കർത്താവ് പറഞ്ഞു വിളമ്പിക്കോളാൻ പറഞ്ഞു. എങ്ങനെ വിളമ്പുന്ന അവർ ചിന്തിക്കും. നിങ്ങൾ ഓർത്ത് 5 അപ്പവും 2 മീനും വെറും മേടിച്ചിട്ട്, അത് നിങ്ങൾ ആ ബൈബിളിൽ കാണാൻ പറ്റും, അത് എടുത്തിട്ട് കർത്താവ് അത് വാഴ്ത്തി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു കൊടുക്കുക. ആ വാക്യം എടുക്കാൻ പറ്റുമോ? അതായത് പ്രത്യേകിച്ചും ഇത് നമുക്കറിയാം, ഈ 5000 പേർക്ക് ഈ കേറ്ററിംഗ് ഒക്കെ പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും. 5000 പേർക്ക് കൊടുക്കണമെങ്കിൽ, 5000 പേർക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ നമുക്കൊരു വലിയ ട്രേ ആവശ്യം, അല്ലേ? വലിയ ചെമ്പ് വേണം, ബിരിയാണി ചെമ്പ് വേണം, അങ്ങനെ ഒത്തിരി സാമഗ്രികൾ വേണം. ഇവിടെ 5 അപ്പവും 2 മീനും 12 കൊട്ടയെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കണേ, അവിടെ ഇത്രയും ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് വേണം. ആരും പ്രതീക്ഷിച്ച്, നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ നമുക്കറിയാം വലിയൊരു ബിരിയാണി ചെമ്പ് അവിടെയുണ്ട്. ബിരിയാണി ചെമ്പിൻ്റെ അകത്ത് ഇതെല്ലാം വെക്കുന്നു. ഇതേപോലെ ഈ പ്രാർത്ഥനയ്ക്ക് വന്നവരെന്തായാലും വലിയ പാത്രമായിട്ടൊന്നും പോകത്തില്ലോ. യേശു അവിടെ വലിയ 5 അപ്പവും 2 മീനും മൾട്ടിപ്ലൈ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആരും പോകത്തില്ല. അവർ സാധാരണ ഒരു കൊട്ടയൊക്കെ ആയിട്ടായിരിക്കും പോയത്. പക്ഷേ അവിടെ യേശു എന്ത് ചെയ്തു? അത് സംഭവിച്ചെന്നറിയാം, എടുക്കും തോറും വർദ്ധിക്കുന്ന ബ്ലെസ്സിങ് അവിടെ തുടങ്ങി. അതായത് ഒരു പ്ലേറ്റേ ഉള്ളൂ, പക്ഷേ പ്ലേറ്റിൽ എടുത്താൽ എന്ത് ചെയ്യും? എടുക്കും തോറും അത് കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് അവിടെ സംഭവിച്ചത്. അതായത് പാത്രത്തിൻ്റെ വലിപ്പം കൂടിയിട്ടില്ല, പകരം ആ പാത്രത്തിൽ എടുക്കും തോറും ഇത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, അല്ലേ? എടുക്കും തോറും ഇത് മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കും. ഈ സംഭവമാണ് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും.
ഞാനിത് പറയുന്നതെന്നറിയാവോ, നിങ്ങൾ പല വിഷയത്തിൻ്റെ അകത്ത് ഭാരപ്പെടുമ്പോൾ ബ്രദറെ എങ്ങനെയാണ് ഞാൻ കരകയറുന്നതെന്നുള്ള ചോദ്യം ചോദിക്കുന്നില്ലേ? ഇങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ദൈവപ്രവർത്തികൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരുക. ആമേൻ. മത്തായിയുടെ സുവിശേഷം നമുക്കത് വാക്യത്തിൽ നിന്നല്ലേ, മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അകത്ത് നമുക്കത് വായിക്കുന്ന സമയത്ത് അത് ക്ലിയറായിട്ട് കാണാൻ പറ്റും. 14-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യം അല്ലേ, 14-ന്റെ 19 മുതലുള്ള വാക്യം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കാണാപ്പാടമായ വാക്യം അല്ലേ. പിന്നെ അതുകൊണ്ട് ഇവിടെ നോക്കിയേ, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. പിന്നെ പുരുഷാരത്തെ പുല്ലിന്മേലിരുത്തി 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തെ നോക്കി വാഴ്ത്തി, നോക്കി സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് 5 അപ്പവും 2 മീനും വലിയൊരു ചെമ്പിൻ്റെ അകത്തെടുത്ത് നല്ല പറഞ്ഞേക്കുന്നത്, അത് രണ്ടും മേടിച്ചിട്ട് വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം ശിഷ്യന്മാർ എടുക്കും തോറും ആ ചെറിയ പാത്രത്തിൻ്റെ അകത്തു നിന്നും പിന്നെയും വന്നുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് ഏലീശ പഴയ നിയമത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു എണ്ണയുടെ പാത്രം എടുത്തിട്ട് ആ എണ്ണ കുപ്പി കൊണ്ട് ഒഴിച്ചുകൊണ്ടിരിക്കുക. ഒഴിക്കും തോറും പാത്രം നിറയുന്നുണ്ട്, എണ്ണ കുറയുന്നില്ല. കണ്ടോ? അപ്പോൾ ഏലീശയ്ക്ക് സംഭവിച്ചുവെങ്കിൽ, യേശുക്രിസ്തുവിലൂടെ നമുക്കത് കാണിച്ചു തന്നുവെങ്കിൽ, മനുഷ്യനിൽ ബലപ്പെടുന്നവൻ്റെ ജീവിതത്തിൽ നിങ്ങൾ തൊടുന്നിടത്തെല്ലാം, ആവർത്തന പുസ്തകം പറയുന്നു, യഹോവ അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. ആവർത്തനം 28. യഹോവ നിൻ്റെ കളപ്പുരകളെയും നീ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. മൾട്ടിപ്ലൈ ചെയ്യുവാനുള്ളൊരു ബ്ലെസ്സിങ്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പം നടക്കുന്നില്ല? നിങ്ങളുടെ സ്പിരിച്വൽ മാൻ ഇപ്പോൾ വിശന്നുകൊണ്ടിരിക്കുക. എൻ്റെ കൂടെ പറഞ്ഞിട്ട്, എൻ്റെ മനുഷ്യൻ വിശന്നിരിക്കുവാന്ന് പറ. ഇങ്ങനെ വിശന്നിരിക്കുന്നത് കൊണ്ടാണ് കണ്ണി കണ്ടോടത്തെല്ലാം ഓടി നടക്കുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലാവും, ഒരു വിശ്വാസി കണ്ണി കണ്ടോടത്തെല്ലാം ഓടി നടക്കുക. അതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. വിശക്കുമ്പോഴല്ലേ നമ്മൾ പരാക്രമം കാണിക്കുന്നത്. വയറ് നിറഞ്ഞിരിക്കുന്നവൻ എങ്ങോട്ടല്ലോ ഓടാൻ തോന്നുമോ? എവിടെയെങ്കിലും ഒരു കസേര ഇട്ടിരിക്കാനല്ലേ തോന്നത്തുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ഓടി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനുഷ്യൻ ഭയങ്കര വിശപ്പ്, ഒന്നും കിട്ടുന്നില്ല. ഒരു വചനവും കിട്ടുന്നില്ല, ഒരു ബലവും കിട്ടുന്നില്ല, ഒരാത്മീയ ആഹാരവും ഭക്ഷിക്കുന്നില്ല. അയ്യോ ബ്രദറെ, ഞങ്ങളവിടെ പോയിട്ട് എത്ര നേരം വചനമൊക്കെ എന്നറിയാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ മനുഷ്യനെ ഫീഡ് ചെയ്യണം. വചനം പറഞ്ഞ് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് മനുഷ്യനെ ബലപ്പെടുത്തുമ്പോൾ സൂപ്പർ നാച്ചുറൽ ഡൈമെൻഷനുകളും സൂപ്പർ നാച്ചുറൽ എബിലിറ്റികളും സൂപ്പർ നാച്ചുറൽ ഓപ്പർച്യൂണിറ്റികളും നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും. ആമേൻ. അപ്പോൾ ഇത് നിങ്ങളിൽ നടക്കുമ്പോഴാണ്, ഇതുകൊണ്ടാണ് പല ദൈവദാസന്മാരും അവർക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത വിഷയം അവർ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നത്. ഇപ്പം മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് ക്ലിയറായോ? എന്താ ഇതിൻ്റെ സീക്രട്ട് എന്ന് മനസ്സിലായോ? അപ്പം നിങ്ങൾ അവരെ തപ്പി നടക്കുമോ? ഇപ്പം നിങ്ങൾ എവിടെയാണ് അവരുള്ളത്? തപ്പി നിങ്ങൾ മടുക്കുമല്ലേ? പല ദൈവദാസന്മാരെ പുറകെ ഓടി മടുക്കുമല്ലേ? അവർ ഭയങ്കര ബിസിയല്ലേ? അവരുടെ പുറകെ പോയി നിങ്ങൾ തളരുമല്ലേ? അവരെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥന വിളിച്ചിട്ട് വല്ലതും കിട്ടുന്നുണ്ടോ? ഇല്ല, അവർ ബിസിയാണ്. കാര്യം അവർ വളർന്നു കഴിഞ്ഞു. അവരെ ഇനി കിട്ടത്തില്ല നിങ്ങൾക്ക്. അതിനേക്കാൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് നിങ്ങളൊന്ന് വളർന്നാൽ പോരെ. ബ്രദറെ, എങ്ങനെ എനിക്ക് വളരാൻ പറ്റും? രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? അതേപോലെ വചനം പറയാൻ സമയം കണ്ടെത്ത്. എത്ര നേരം എടുക്കും നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്ന് പറഞ്ഞ്? രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ എത്ര നേരം എടുക്കും നിങ്ങൾക്ക്? ഏറ്റവും കുറഞ്ഞത് മാക്സിമം പറഞ്ഞു. ഉച്ചക്ക് കഴിക്കാനോ? ലഞ്ച് കഴിക്കാനോ? വൈകിട്ട് ഡിന്നർ, രാത്രി അത്താഴോ? ആ 10 മിനിറ്റും 20 മിനിറ്റും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുമോ? നമ്മുടെ ശരീരത്തെ ഫീഡ് ചെയ്യുമോ? അല്ലെങ്കിൽ എന്നാ പറ്റും? ജോലി ചെയ്യാൻ കഴിയത്തില്ല. കട്ടിലെ തന്നെ കിടക്കേണ്ടി വരും അല്ലേ? വിശന്ന് വയറ് പൊട്ടേണ്ടി വരും അല്ലേ? അപ്പം ഇതേപോലെ നിങ്ങളുടെ മനുഷ്യന് വചനം പറയുവാൻ 15 മിനിറ്റ്, 5 മിനിറ്റ്, 20 മിനിറ്റ് ഇതേപോലെ സമയങ്ങൾ മാറ്റിവെക്കണം. കൂടുതൽ സമയം കൊടുക്കും തോറും നമുക്കറിയാം നമ്മുടെ ശരീരം ഓവറായിട്ട് ഫുഡ് കഴിച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. മനുഷ്യൻ ഓവറായിട്ട് വചനം ഭക്ഷിച്ചാൽ, ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ ഇത് വളരത്തേയുള്ളൂ, ഗുണമേ ഉണ്ടാകത്തുള്ളൂ, സൈഡ് എഫക്റ്റ് ഇല്ല. ഹല്ലേലൂയ. ബ്രദറെ, ഇതൊക്കെ വല്ലതും നടക്കുമോ? ഇതൊക്കെയാണ് നടക്കുന്ന ലോകത്തിൽ. ഇതൊക്കെയാണ് ദൈവദാസന്മാർ ലോകത്തിൽ വ്യത്യസ്തരാകുന്നത്. ഇതൊക്കെയാണ് വ്യത്യാസം. എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്നത്? ബ്രദറെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു പ്രവചനം പറയാവോ എന്ന് ചോദിക്കാൻ കാര്യം എന്നാണെന്നറിയാവോ? എൻ്റെ മനുഷ്യന് അത് ചെയ്യുവാനും പറയുവാനും പരിശുദ്ധാത്മാവിൽ വളർച്ചയുള്ളതുകൊണ്ടാണ്.
നിങ്ങൾക്കും ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളും വളരും. ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്കും വളരുവാൻ കഴിയും. യേശു ക്രിസ്തു എന്ത് ചെയ്തില്ല? ഉടനെ മത്തായി വിളിച്ചിട്ട് പറയും, മത്തായി ഒരു കാര്യം ചെയ്യും, അയൽവക്കത്തൊരു ഹോട്ടലില്ല, യേശു പറഞ്ഞിട്ടുണ്ട്, യേശു പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 100 പേർക്കുള്ള 5000 പേർക്കുള്ള ഫുഡ് തരാൻ പറഞ്ഞാൽ യേശു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു വിട്ടില്ല? കർത്താവിന് മനസ്സിലായി, ഞാൻ എന്തിനാ മറ്റുള്ളവൻ്റെ കാല് പിടിക്കാൻ വേണ്ടി പോകുന്നത്? എൻ്റെ അകത്ത് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന ശക്തി ഇരിപ്പുണ്ട്. സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യുവാൻ കഴിയുന്നൊരു ശക്തി എൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് പഴയ നിയമത്തിൽ ഏലീശ ചെയ്തത്. ആ എണ്ണയും കൊണ്ടുവരാൻ പറഞ്ഞു. കണ്ടോ? എണ്ണ കൊണ്ടുവന്ന് ആ കുടുംബത്തിലെ കടമങ്ങ് തീർക്കുക. മൾട്ടിപ്ലൈ ചെയ്യുവാനുള്ള എബിലിറ്റി മനുഷ്യനുണ്ട്. എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് എണ്ണ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല? നിങ്ങളുടെ സ്പിരിച്വൽ മാൻ. അതുകൊണ്ടാണ് എക്സസൈസ് ചെയ്യണം. ഓ ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മനുഷ്യനെ സമയം ഇല്ല എന്നുള്ളത്, നിങ്ങളെ ബിസി ആക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ജോലി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ എനിക്ക് ഫ്ലെക്സിബിളായിട്ടുള്ള ജോലി വേണം, സുവിശേഷത്തിന് പ്രയോജനപ്പെടണം, ആരാധനയ്ക്ക് പോകണം, അങ്ങനെയുള്ള ജോലി മതി എന്ന്. അപ്പോൾ ചില ബ്രദറെ, അങ്ങനത്തെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ സാലറി കുറവായിരിക്കും, മതിയെന്നേ, വർധനവ് വേറെ വരും. മനസ്സിലായോ? കൂടുതൽ പോകുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് സമയം കിട്ടത്തില്ല. പക്ഷേ അത് കുറേ കിട്ടിയിട്ട് എന്നാ ഗുണം? നിങ്ങളിവിടെ ചിലപ്പോൾ ഉള്ളതേ കിട്ടത്തുള്ളായിരിക്കും, മതി. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മറന്നുപോലെ. അല്പത്തെ വർദ്ധിപ്പിച്ച് നിങ്ങളെ അത്ഭുതമാക്കുവാൻ ശക്തിയുള്ള ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്, മറന്നു പോകരുത്. അപ്പോൾ ഈ കർത്താവിലാണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്? ആയിരിക്കുന്നത്. മനുഷ്യനിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യണേ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒരു മിനിറ്റ്, ഞാൻ മ്യൂട്ട് ചെയ്യുവാൻ. ആമേൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീക്രട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ സീക്രട്ടാണ് പല ആളുകളും, ചിലപ്പോൾ അവർക്കത് പറഞ്ഞു തരാൻ അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കാം അവർ ചിലപ്പോൾ പറയാത്തത്. ചിലരോട് ചോദിക്കും, ബ്രദറെ നിങ്ങളുടെ സീക്രട്ട് എന്തുവാണ് വളർച്ചയുടെ? അപ്പോൾ അവർക്ക് പറയാൻ അറിയത്തില്ല. അവർ പറയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതാണ് അവരുടെ സീക്രട്ട്. മനുഷ്യൻ അവരുടെ സ്ട്രോങ് ആയതുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിൽ ചില കാര്യങ്ങൾ സെറ്റിൽമെൻറ്റിലേക്ക് വരുന്നത്. ആമേൻ. അപ്പോൾ സ്പിരിച്വൽ ഡൈമെൻഷൻ നിങ്ങളുടെ മനുഷ്യന് ഫീഡ് ചെയ്ത് കൊടുത്താൽ മതി. വചനം പറയാൻ സമയം 20 മിനിറ്റ് നിങ്ങൾ ചോറുണ്ണാൻ എടുക്കുന്നുണ്ടെങ്കിൽ 20 മിനിറ്റിന് മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും കുറഞ്ഞത് എല്ലാ ദിവസവും ഒരു സമയം ഫിക്സ് ചെയ്യുക. വചനങ്ങൾ പറഞ്ഞ് ആദ്യം നിങ്ങൾ രാവിലെ വിശന്ന് എണീറ്റ് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആഹാരമൊക്കെ കഴിച്ചിട്ടതിന് ശേഷം ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സമയം വെച്ച് വേണം 10 മിനിറ്റ് വചനം പറഞ്ഞ് മനുഷ്യനെ ഫീഡ് ചെയ്യുക. അന്യഭാഷയുള്ളവർ അന്യഭാഷ പറയാൻ വേണ്ടി ഒരു ദിവസം ഇത്ര സമയം മാറ്റിവെക്കുക. ജോലിക്കിടയ്ക്കും അന്യഭാഷ പറയാം, ജോലിക്കിടയ്ക്കും വചനം പറയാം. ഇങ്ങനെ പറയും തോറും ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങൾ ജോലി സ്ഥലത്ത് അത്ഭുതമാകും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അത്ഭുതമാകും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളിനി എവിടെ ചെന്നാലും നിങ്ങൾ പോകുന്നിടത്തെല്ലാം അനുഗ്രഹം വെളിപ്പെടും. ഞാൻ ചുമ്മാ പറയുമല്ല. സ്പിരിച്വൽ ഡൈമെൻഷൻ. കാതറിൻ കൂൾമാൻ എന്ന് പറയുന്ന ഒരു ദൈവദാസിയുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു വന്ന് കാതറിൻ കൂൾമാൻ എന്ന് പറഞ്ഞ ദൈവദാസി ഒരു ദിവസം അമേരിക്കയിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാതറിൻ കൂൾമാൻ ഒരു ഹോട്ടലിൽ റൂം എടുക്കാൻ വേണ്ടി, നമ്മുടെ നാട്ടിലെ പോലെയല്ല, അവിടെ ഈ ബാർ മിക്ക ഹോട്ടലുകളിലും ബാർ അറ്റാച്ച്ഡ് ആയിരിക്കും. എല്ലാ ഹോട്ടലുകളിലും എല്ലാം അങ്ങനെ തന്നെയാണ്. അവർക്കതൊരു ജീവിതത്തിൻ്റെ അകത്തൊരു ഭാഗമാണല്ലോ ഈ മദ്യപിക്കുക എന്നുള്ളത്.
അപ്പോൾ ഈ കാതറിൻ കുൾമാൻ ഒരു പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കാൻ വേണ്ടി അവരൊരു അവരുടെ എന്താ ഹോട്ടലിലെ റൂമിലോട്ട് കയറി പോകുമായിരുന്നു. ആ റൂമിലോട്ട് കയറി പോകുന്ന സമയത്ത് ആ റൂമിൻ്റെ തൊട്ടിപ്പുറത്തായിരുന്നു ഈ ബാറ് വെച്ചിരിക്കുക. അപ്പം നമ്മുടെ നാട്ടിലെ പോലെ ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നുമല്ല, ബാറിൽ സാധാരണ പോലെ ഇവർ ക്വയറ്റായിരുന്നു. അപ്പോൾ ഈ സഹോദരി അകത്തോട്ട് പോയി റൂം മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കാറിച്ചയും നിലവിളിയും ഒച്ചയും കേൾക്കുന്നു. കുറേ ഭയങ്കര ശബ്ദം, കാതടപ്പിക്കുന്ന ശബ്ദം. പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴേക്കും ഈ ബാറിലിരിക്കുന്ന ആൾക്കാരെല്ലാം നിലവിളിക്കുക, അവർ ചെയ്ത പാപങ്ങളൊക്കെ വിളിച്ചു പറയുക, അവർ നിലവിളിച്ച് കരയുക, അവരുടെ തെറ്റുകളിൽ അവർ അനുതാപം ഉണ്ടായി കരയുക. ഇതെന്താ സംഭവം എന്ന് ആർക്കും മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത്, ഈ കാതറിൻ കുൾമാൻ്റെ അകത്തിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അവരുടെ അകത്തിരുന്ന മദ്യപാനത്തിൻ്റെ ദുരാത്മാക്കളും അവരിൽ വ്യാപരിച്ച പൈശാചിക ബന്ധനങ്ങളും ഒന്നാലോചിക്കുക. തൊട്ടിപ്പുറത്തെ റൂമിലാണ് കയറിയത്, പക്ഷെ തൊട്ടിപ്പുറത്തിരുന്ന ബാറിലിരുന്ന സകലത്തിൻ്റെ ഭൂതം ഇളകിപ്പോയി. കണ്ടോ? സ്പിരിച്വൽ ഡൈമെൻഷൻ്റെ റേഞ്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ ആത്മാവിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിപ്പെടണം. നോക്കിയേ, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധാനത്തൊത്തവണ്ണം ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഇല്ല എങ്കിൽ നിങ്ങൾ സാക്ഷ്യം പറയും, യഹോവ ഈ ആഴ്ച എനിക്ക് നല്ലവനും വല്ലവനുമായിരുന്നു. ഇതും വെച്ചുകൊണ്ട് എത്ര വർഷമായിരിക്കുന്ന സാക്ഷ്യം പറഞ്ഞുകൊണ്ട്. ഇതിൽ നിന്നൊക്കെ പുറത്ത് വരണ്ടേ? നിങ്ങളുടെ അകത്ത മനുഷ്യൻ സ്ട്രോങ് ആകുന്നില്ല. അതുകൊണ്ട് തടസ്സങ്ങൾ നിങ്ങളെ വിട്ട് മാറിപ്പോകുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് വെച്ച് കട്ടിയായിട്ട് തോന്നിയോ? വാക്കുകൾ ഭയങ്കര കട്ടിയായിട്ട് തോന്നിയോ? ഇല്ല 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 ഇങ്ങനെ തന്നെ പഠിപ്പിക്കണം. നിങ്ങളുടെ സ്പിരിച്വൽ ഡൈമെൻഷൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ വരാത്തതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ബ്രദറെ ഞാൻ 15 വർഷം മുമ്പ് പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിയതാ ബ്രദറെ, 10 വർഷം മുമ്പ് അപ്പോഴുള്ള അതേ വിഷയം ഇപ്പോഴും ഉണ്ട്. കണ്ടോ? എന്നായിരിക്കും കാരണം? സാത്താനെ ഓടിച്ചോടിച്ച് മടുത്തില്ലേ? സാത്താനെ ഓടിച്ചിട്ട് അവൻ പോകുന്നുമില്ല, ഈ വിഷയം ക്ലിയർ ആകുന്നുമില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ അകത്ത മനുഷ്യന് തൊടാൻ പറ്റുന്നില്ല വിഷയത്തെ. കാര്യം ഇതിന് വളർച്ചയില്ല, മുരടിച്ച് കിടക്കുക. വളർച്ച മുരടിച്ചു പോയി. ആത്മമനുഷ്യന് വളർച്ച കിട്ടുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്കും വളർച്ചയില്ല. അകത്ത മനുഷ്യൻ വളർന്നെങ്കിലേ പുറത്തെ മനുഷ്യന് വളരാൻ പറ്റത്തുള്ളൂ. അകത്ത മനുഷ്യന് വളർച്ചയില്ലെങ്കിൽ പുറമേ ഉള്ളത് അങ്ങനെ തന്നെ നിൽക്കും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിന്നീട് നമുക്ക് വിഷയങ്ങളെ കൂടുതൽ നിങ്ങൾക്ക് ഫീഡ് ചെയ്യുവാൻ ആഴത്തിലേക്ക് നമുക്ക് പോകാം. ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന വിഷയമല്ല. മുന്നോട്ട് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും വിഷയങ്ങളിലേക്ക് പോകാം. അപ്പോൾ അകത്ത മനുഷ്യനെ അതുകൊണ്ടാണ് നമ്മൾ അന്യഭാഷ പ്രാർത്ഥന, എനിക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് അന്യഭാഷ പ്രാർത്ഥിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാവരും കൂടെ കൂട്ടി പ്രാർത്ഥിക്കുമ്പോൾ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. ആമേൻ. അന്യഭാഷ പ്രാർത്ഥന നമ്മളെ വളർത്തുന്നതാണ്. വചനം പറയുന്നത് കൊണ്ടാണ് അന്യഭാഷ പറയുകയും അതിനിടയിൽ നമ്മൾ വചനവും പറയുക, രണ്ടും കൂടെ മിക്സ് ചെയ്ത് പറയണം. വെറുതെ അന്യഭാഷ പറയരുത്. അന്യഭാഷ ഒരു ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് പോലെയാണ് രണ്ടും. ഇതിലേതാണ് വെള്ളം ഏതാണ് വചനം നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ചോറുണ്ടിട്ട് വെള്ളം കുടിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദഹിക്കുവാനും അകത്തു നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുപോലെ രണ്ടും ഒരേപോലെ പോകണം. അകത്ത മനുഷ്യനെ ബലപ്പെടുമ്പോൾ സ്പിരിച്വൽ ഡൈമെൻഷനുകൾ ഓപ്പൺ ആകും. അപ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ഭാരപ്പെടുന്ന കടഭാരമൊക്കെ ചുമ്മാ വീട്ടിൽ വരും. പൈസ നന്മ വീട്ടിൽ വരും. സൗഖ്യമൊക്കെ തന്നെ ഓപ്പറേറ്റഡ് ആവും. അത്ഭുതങ്ങളൊക്കെ തന്നെ ഇറങ്ങി വരും. നിങ്ങളുടെ ഭവനത്തിൽ അതാണ് ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാൻ്റെ കുടുംബത്തിലുണ്ടാവും. സങ്കീർത്തനം പറഞ്ഞ ഐശ്വര്യവും സമ്പത്തും നിൻ്റെ ഭവനത്തിലുണ്ടാകും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വരത്തില്ല, എല്ലാം തന്നെ വരും. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിനു വേണ്ടി ഒന്ന് സമയം കണ്ട് ഇന്ന് മുതൽ വചനം പറയാൻ വേണ്ടി എന്തായാലും ചോറ് കഴിക്കുക, എന്തായാലും രാവിലെ ദോശ തിന്നുക, എന്തായാലും വൈകിട്ട് കഞ്ഞി കുടിക്കുക. എന്നാൽ പിന്നെ ആ സമയത്തിൻ്റെ ഒരു 15 മിനിറ്റ് ഞാൻ എക്സ്ട്രാ മാറ്റി വെക്കും. എന്തായാലും ആഹാരം കഴിക്കുമ്പോൾ പിള്ളേർ വന്ന് നിർബന്ധിക്കത്തില്ലോ വരാൻ വേണ്ടിയില്ലല്ലോ, അവർ സമയം തരത്ത പോലെ പറയണം. എനിക്ക് സന്ധ്യാപ്രാർത്ഥന കാര്യമല്ല ഞാൻ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ഇതിനു വേണ്ടി വളർച്ചയെ ഫോക്കസ് ചെയ്തുകൊണ്ട് വചനം പറയണം. അനുഗ്രഹം തരുന്ന വചനങ്ങൾ പറഞ്ഞ് ഫീഡ് ചെയ്യണം. ഏതൊക്കെ വചനം നമുക്കറിയാമല്ലോ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം ഏറ്റവും കുറഞ്ഞത് ദിവസവും ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറാണ്. അരമണിക്കൂറേ പറ്റത്തുള്ളൂ, കൂട്ടുക. അരമണിക്കൂറേ ആദ്യം അന്യഭാഷ പറയാൻ പറ്റുള്ളൂ ബ്രദറെ. പോട്ടെ 10-15 മിനിറ്റ് ആയപ്പോൾ ബ്രദർ എനിക്ക് എന്തൊക്കെയോ മടുപ്പ് വന്നു. 15 മിനിറ്റ് നാളെ അത് 20 ആക്കാൻ ശ്രമിക്കണം.
20 അരമണിക്കൂറാക്കാൻ ശ്രമിക്കണം, അരമണിക്കൂർ 1 മണിക്കൂറാക്കാൻ പരിശുദ്ധാത്മാവെ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണം. ഇതെൻ്റെ വളർച്ചയുടെ കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കിയേ, നിങ്ങളുടെ അസാധാരണമായ കാര്യങ്ങളെ കർത്താവ് തരും കേട്ടോ. ഇതുകൊണ്ടാണ് നിങ്ങളുടെ വിഷയങ്ങൾ വർഷങ്ങളായിട്ടും അവിടെ തഴച്ച് വളർന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇപ്പം കാര്യം പിടികിട്ടിയോ എന്താ നടക്കാത്തെന്ന്? ഞാൻ ഈ സമയത്ത് അഡ്മിന്മാരാരും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ആരും ലെഫ്റ്റ് ആകരുത്. ഇനി നിങ്ങൾക്ക് ലെഫ്റ്റ് ആയി കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ മീറ്റിംഗ് ലോക്ക് ചെയ്യുവാണ്. കാരണം ഈ സമയത്ത് മീറ്റിംഗ് ലോക്ക് ചെയ്യുന്നു, വെയിറ്റിംഗ് റൂമിലേക്ക് ആക്കി ഇടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ആരും ലെഫ്റ്റ് ആയി കഴിഞ്ഞാൽ കയറാൻ പറ്റത്തില്ല ഈ സമയത്ത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആരെയും ഇനി അഡ്മിറ്റ് ചെയ്യേണ്ട കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ. ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ സാന്നിധ്യം ഓരോ വ്യക്തികളുടെ മേൽ സംഭവിക്കണം. ആരെയും അഡ്മിറ്റ് ചെയ്യേണ്ട ഇപ്പം? വെയിറ്റ് റൂമിലോട്ട് പോയ ആരെയും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ ജീസസ്. സുബിൻ എന്ന് പറഞ്ഞ മകനുള്ള, സുബിൻ എന്ന് പറയുന്ന മോനുള്ള, അതായത് സ്വന്തം മോനുള്ള ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടോ? സുബിൻ സൂമിലുണ്ടെങ്കിൽ സുബിന് പേരുള്ള മോൻ, സുബിന് എന്നാൽ സുബിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. സുബിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ജനുവരി എന്നൊരു മാസം കർത്താവിനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഇന്ന് ഈ വ്യക്തിക്ക് വേണ്ടി സംഭവിക്കാൻ വേണ്ടി പോവാണ്. ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏപ്രിൽ എന്നൊരു മാസം കർത്താവ് എന്നെ എടുത്ത് കാണിക്കുക. ഈ സുബിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് ആ തലമുറയുടെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ. കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇന്ന് ആ മകനുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാസത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇന്ന് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് ആ തലമുറകളുടെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ. നിങ്ങൾ ശ്രദ്ധിച്ച ഈ സമയത്ത് നിങ്ങളുടെ കൃപാവരങ്ങളെ ജ്വലിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടെ തന്നെ ഇരുന്ന് ഈ ദിവസങ്ങളിൽ ആ സ്പിരിച്വൽ ഡൈമെൻഷനുകൾ നിങ്ങൾ ഈ കൂട്ടായ്മയെ പങ്കുചേരുമ്പോൾ എൻ്റെ മേൽ വെച്ചിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ഒരു പകർച്ചയും കൂടെ നിങ്ങളുടെ മേലുണ്ടാവും. അത് നിങ്ങളെ വളർച്ചയിലേക്ക് സഹായിക്കും. പൗലോസ് ലീഗ പറഞ്ഞതുപോലെ മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിങ്ങളുടെ അകത്തുള്ള ആത്മാവ് ജ്വലിക്കും. അപ്പോൾ ഈ കൂട്ടായ്മയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ദൈവം ഇട്ടിരിക്കുന്ന ഒരു അഭിഷേകമുണ്ടല്ലോ, ഓരോരുത്തർക്കും അഭിഷേകമുണ്ടല്ലോ, അഭിഷേകത്തിൻ്റെ കൈമാറ്റവും കൂടെ ഇതിൻ്റെ മേൽ സംഭവിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരുന്നോണേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ അത്ഭുതമായി തീരട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ. കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ഡിറ്റോ എന്ന പേരുള്ളൊരു പേര് കർത്താവ് എന്നെ കാണിക്കും. ഡിറ്റോ, ആ പേരുമായിട്ട് ബന്ധപ്പെട്ട ആരുള്ള ഡിറ്റോ എന്നുള്ള പേരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഡിറ്റോ, ഡിറ്റോ എന്ന് പറഞ്ഞൊരു പേര്, ആ പേരുകാരൻ്റെ ആ ഒരു തലമുറയെ ദൈവം തൊടുന്നതായിട്ട് പറയുന്നു. ആ പേരുമായിട്ട് ഡിറ്റോയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പം, സൂമിലോ ലൈവിലോ ഇന്ന് കേൾക്കുന്നുവെങ്കിൽ കർത്താവെ, ഞാൻ ആ കുടുംബത്തിൽ ആ തലമുറയെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്നവിടെ ഉണ്ടാകട്ടെ, വലിയ പ്രവൃത്തി ഇന്നവിടെ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പം നന്മയായി തീരട്ടെ, സാക്ഷ്യമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ.
ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കാർത്യാനി എന്ന് പറയുന്നൊരു മാതാവിൻ്റെ പേര് ഞാൻ കാണുന്നുള്ളൂ. ശരീരത്തെ കാണാൻ പറ്റുന്നില്ല, ജീവനോടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ പേരേ കാണുന്നുള്ളൂ. കാർത്യാനിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. കാർത്യാനിയുടെ ഭവനത്തിൻ്റെ മേൽ ഇന്ന് കർത്താവ് എന്നെ കാണിക്കുന്നു. ഒത്തിരി നഷ്ടങ്ങൾ കയറിക്കൂടിയ ഭവനമാണത്. ശരീരത്തെയും കുടുംബത്തിൽ പല നന്മകളെയും അപകരിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരു കുടുംബമാണ് ആ കാർത്യാനിയുടെ ഭവനം. ഇന്ന് സൂമിലോ ലൈവിലോ ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ കാർത്യാനിയുടെ തലമുറകളെ ദൈവം സ്പർശിക്കാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു വ്യക്തി ആമേൻ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ വ്യക്തി ആരാണ്? ഇപ്പം ഡോക്ടർ ഇട്ടിട്ടുണ്ട്, ഡോക്ടറുടെ കുടുംബത്തിലാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സ്വീകരിച്ചു. വലിയൊരു സാക്ഷ്യമായി കർത്താവ് ഇന്ന് തൊടാൻ വേണ്ടി പോവാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ പറഞ്ഞു. എന്റെ അമ്മയുടെ പേര് കാർത്യായനി എന്നാണ്. അമ്മച്ചി മരിച്ചുപോയി. എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. കാർത്യായനി അമ്മച്ചിയുടെ മകളായിട്ടുള്ളത് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. ആ കുടുംബം ഒരേ ആലോചന, കാർത്യായനി. ഒരേ കുടുംബം ഒരേ ആലോചന വരുന്നവരുണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. ഇന്ന് പലരും അങ്ങനെ ഇടുന്നത് ഞാൻ കണ്ടു. ഒരേ നഷ്ടങ്ങളെ തമ്പുരാൻ ലാഭമാക്കാൻ വേണ്ടി പോകുന്നു. പ്രത്യേകിച്ച് ആ ജനറേഷനെ തമ്പുരാൻ തൊടാൻ വേണ്ടി പോവാം. നന്ദി യേശുവി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഒരു കുടുംബത്തെ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ അകത്തെ അന്തരീക്ഷത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അകത്ത് കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ ഹോള് കഴിഞ്ഞിട്ട് ഒരു ഡൈനിങ് ടേബിൾ എന്നെ കാണിക്കുന്നു. ഡൈനിങ് ടേബിൾ ഇങ്ങനെ ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പടമുള്ള ഒരു വിരിയാണ് ആ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വിരിച്ചിരിക്കുന്നത്. ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പടം ഇങ്ങനെ അതേ നിരത്തിയിട്ടുണ്ട്. അതിലിങ്ങനെ ഒരു ബ്ലൂ കളറിലെ ഒരു എന്താ പറയുന്നൊരു നമ്മൾ ഈ ഓറഞ്ചും ഒക്കെ വെക്കുന്നത് പോലൊരു പ്ലേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അത് ബ്ലൂ കളറിലെ ഒരു പാത്രം ആ ടേബിളിൽ ഇരിക്കുന്നത് കണ്ടു. ബ്ലൂ കളറിലെ ഞാൻ അതിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് വൈകുന്നേര സമയത്ത് ഈ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് ആ ടേബിളെ വന്നിരുന്ന് ഒരു വ്യക്തി കണ്ണാടി ഊരി ആ ടേബിളെ വെച്ചു. അതിനുശേഷം ആ ടേബിളിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു സഹോദരിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അവിടുന്ന് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് കാണിക്കുന്നത് ആ വ്യക്തി ഒരു ചേച്ചീനെ ഫോൺ ചെയ്യുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ചേച്ചിയോട് പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്നു. അത് കുടുംബത്തിൻ്റെ അകത്തൊരു ചേച്ചിന്ന് വിളിച്ച് ഞാൻ കേൾക്കുന്നത്, ഞാനിത് കേൾക്കുന്നതും കാണുന്നതാണ് പറയുന്നത്. ഇതൊരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തിയെ കർത്താവ് എന്നെ ഇന്ന് തൊടുന്നതായിട്ട് പറയുന്നു. ഈ അടയാളം ശ്രദ്ധിച്ചോണേ. ഏത് ഭവനത്തിലാണോ ഇത് സംഭവിച്ചത്, ഏത് ഭവനത്തിലാണോ ഇപ്പോൾ ഈ കാര്യം അടയാളമുള്ളത്, സൂമിലോ ഇന്ന് ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്, ദുഃഖങ്ങളൊക്കെ സന്തോഷമാകാൻ വേണ്ടി പോകുന്നു. നന്മ കർത്താവ് കാണിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ആലോചന ഇടപെട്ടവർ മാത്രം മയക്കി മ്യൂട്ട് ചെയ്യുന്നത്, ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞാൻ ആ കുടുംബത്തെ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ കൃപ ഇന്ന് വെളിപ്പെടുന്നല്ലോ. അത്ഭുതകരമായ പ്രവൃത്തികൾക്ക് നന്ദി പറയുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറയാൻ വേണ്ടിയാണോ ഈ മ്യൂട്ട് മാറ്റുന്നത്? അത് നിങ്ങൾ വെറുതെ മ്യൂട്ട് മാറ്റുന്നത്? ഈ കുഞ്ഞമ്മ മത്തായി എന്ന് പറഞ്ഞ സഹോദരി പ്രാർത്ഥനയ്ക്ക് വന്നതാണോ അതോ വർത്താനം പറയാൻ വന്നതാണോ? ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറയുന്നതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞ് നിങ്ങളെ എന്ത് ചെയ്യണം? സഹോദരി ആരാ അത് മെസ്സേജ് ഇട്ടേക്കുക? ഞാനാന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടേക്കുന്നത് ആരാണ്? ആ പറഞ്ഞത് ആരാണ്? ആ ഒരു മാത്രം ആ സൗണ്ട് ഇട്ടേക്കുന്ന ബ്രദർ ഞാനാണ്. കഴിഞ്ഞ ദിവസം മിനിയാന്നാള് ഞാനും ചേച്ചിയും എൻ്റെ മൂന്നാമത്തെ ചേച്ചി ഞാനും കൂടെ ഫോണിൽ കൂടെ വഴക്കുണ്ടായി. വളരെയധികം വിഷമായി.
കർത്താവിനോട് ഞാൻ വിഷമം പറഞ്ഞു. ഞാനാണ് വിഷമിച്ചത്. ഈ പറഞ്ഞ പോലെയാണ് സിസ്റ്റർ അടയാളങ്ങളെല്ലാം, ഭവനത്തിന്റെ അതെ അടയാളങ്ങളെല്ലാം. അതെ ബ്രദറെ, ഈ ടേബിളും ഒക്കെ പറഞ്ഞത് കറക്റ്റാണ് ബ്രദറെ. ഈ പറഞ്ഞ പോലെയാണ് പാത്രത്തിന്റെ നിറമൊക്കെ പറഞ്ഞത്. അതെ ബ്രദറെ. ഓ യേശുവെ, കർത്താവ് എല്ലാം കാണുന്നുണ്ട് കേട്ടോ. കർത്താവെ, ഞങ്ങളുടെ വലിയ ദൈവം ആ സങ്കടത്തെ, ദൈവം ദുഃഖത്തെ ഇന്ന് സന്തോഷമാക്കാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത് കേട്ടോ. ഇന്ന് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവെ. ഞാൻ ഇതേ സെയിം അടയാളമാണ് പറയാൻ വേണ്ടി വരുന്നത്. അതെ, ഞങ്ങളുടെ ടേബിളില് ഒരു ടേബിളിന്റെ വിരി ഫ്രൂട്ട്സിന്റെ ആണ്, പിന്നെ ബ്ലൂ കളറാണ്. അവിടെ ഞാൻ എന്റെ കണ്ണാടി ഊരി വെച്ചിട്ട് ഒരു 5:30 മണിയായപ്പോ എന്റെ ചേച്ചിയോട് ഞാൻ സംസാരിച്ചു. ചേച്ചിയുടെ ഒരു വസ്തുവിന്റെ പ്രശ്നമായിട്ട് സങ്കടപ്പെട്ട് എന്നോട് ഭാരപ്പെട്ട് എന്നോട് സംസാരിക്കുക. ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് മിനി സുനിൽ. ഉണ്ട്. ഇന്ന് സംഭവിച്ച കാര്യമാണ് ഹിസ്റ്ററി പറയുന്നത്. ഈ സമയത്ത് ഇന്ന് വൈകിട്ട് സംഭവിച്ച കാര്യം പറയുന്നത്. കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര ഭാരത്തോടെ ഇരിക്കുക പാസ്റ്റർ. ആ മിനി സുനിൽ എന്ന് പറയുന്നത് എന്റെ ബ്രദറിന്റെ ചേച്ചി, എന്റെ അപ്പച്ചനും മോളും കൂടിയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഈ വിഷയം സംസാരിക്കും. അപ്പൊ ഞാൻ ഇന്ന് ചേച്ചിയോട് പറയുകയും ചെയ്തു, ചേച്ചി ഇന്ന് പ്രാർത്ഥിച്ചിട്ട് പാസ്റ്ററിന്റെ സൂമിൽ ജോയിൻ ചെയ്യണേന്ന് പറയുകയും ചെയ്തു. അങ്ങനെ എന്നെയും കൈ മുന്നേ ചേച്ചി ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മിനി സുനിൽ എന്ന പേര് പ്രത്യേകം പ്രാർത്ഥിക്കണേ. എന്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞു, മാർച്ച് മാസത്തിൽ ജനിച്ചൊരു വ്യക്തിയെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മാർച്ച് മാസം എന്റെ മകനാണ്. മകനെ ദൈവം തൊടും, അവനെ ദൈവം തൊടും. അവന്റെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്ന സകല പിശാചിന്റെ മുഖങ്ങളും ഇന്ന് ഒടിയും കേട്ടോ. ഓ യേശുവേ, ദുഷ്ടന്റെ ആശ നശിക്കും കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. നന്ദി കർത്താവേ. മ്യൂട്ടായി പോയെന്ന് തോന്നുന്നു. യേശുവിൻ്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അപ്പോൾ കർത്താവ് എത്രത്തോളം കാണുന്നു. അപ്പോൾ ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഈ വൈകുന്നേരമാണ് സഹോദരി പ്രാർത്ഥനയ്ക്ക് മുമ്പാണ് ഈ കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞത്. എത്ര പേരത് കേട്ടായിരുന്നു? എത്ര പേരത് കേട്ടു? അപ്പം നമ്മൾ ഇന്ന് കേട്ട ഈ സ്പിരിച്വൽ ഡൈമെൻഷൻ നമ്മൾ പറഞ്ഞല്ലോ, ഈ സ്പിരിച്വൽ ഡൈമെൻഷനിലൂടെയാണ് ഈ കാര്യങ്ങൾ കാണാനും കേൾക്കാനും പറ്റുന്നത്. അപ്പോൾ സഹോദരി പറഞ്ഞു കേട്ടില്ലേ, വൈകുന്നേരം 5:30 ആയപ്പോഴേക്കും ഈ ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്ന ആ ഒരു ടേബിൾ മാറ്റുള്ള ആ മേശയിലിരുന്നു കൊണ്ട് ബ്ലൂ കളറിലെ ബൗളുള്ള അവിടെ ഇരുന്നുകൊണ്ട് കണ്ണാടി ഊരി വെച്ചുകൊണ്ട് ഒരു ക്യാമറയിലൂടെ കാണുന്നത് പോലെയല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ആ സഹോദരിയുടെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്നൊരു ക്യാമറ വെച്ചാലല്ലേ അങ്ങനെ ഇതുപോലെ കാണാൻ പറ്റത്തുള്ളൂ? ആ വീടിൻ്റെ അകത്ത് കണ്ണാടി ഊരി വെക്കുന്നു, അവിടെ ഇരുന്നുകൊണ്ട് ഫോൺ ചെയ്യുന്നു, അതിൻ്റെ ടേബിൾ വിരി ഇങ്ങനെയാണ്, അതിൻ്റെ പാത്രം ഇങ്ങനെ. ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നറിയാം? നിങ്ങളെ എൻകറേജ്, നിങ്ങളിൽ ഇത് തുറക്കും, നിങ്ങൾക്കും ഇത് കഴിയും. ഇന്ന് കർത്താവ് പറഞ്ഞിട്ട്, മാർച്ച് മാസം ജനിച്ച മോനെ ദൃഷ്ടി വെച്ചിരിക്കുന്ന പിശാചിൻ്റെ നുകത്തെ തമ്പുരാൻ ഇന്ന് തകർക്കുവാണ്. അതാണ് ആ ആത്മാവിൻ്റെ ആലോചനയിലൂടെ തടസ്സത്തെ ബ്രേക്ക് ചെയ്യുക അവിടെ. യേശുവേ നന്ദി. ഇതാണ് സ്പിരിച്വൽ മണ്ഡലത്തിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇത്രയും നേരം നമ്മൾ കേട്ട വചനത്തിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിലൂടെയാണ് പരിശുദ്ധാത്മാവുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്? എങ്ങനെയാണ് നിങ്ങളുടെ ആത്മമനുഷ്യൻ ബലപ്പെട്ടാൽ നടക്കുന്നത് മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ? മനസ്സിലായി. ആമേൻ. ഇത് നിങ്ങൾക്ക് ഇനി ബ്രദർ ഇപ്പം ആ വീട്ടിലെ കാര്യങ്ങൾ വെളിപ്പെടുത്തി പോകുന്ന പോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ തടസ്സങ്ങളെ നീക്കുവാൻ കഴിയും. നിങ്ങളുടെ ആത്മമനുഷ്യനെ ശക്തിപ്പെടുത്തണം. ഹല്ലേലൂയ. ഇതാണ് ഇത്രയും നേരം നമ്മൾ പ്രസംഗിച്ചത്, ഇപ്പം നമ്മളതിൽ ലൈവ് കണ്ടത്. ആമേൻ. നന്ദി യേശു. പിന്നെയും പ്രാർത്ഥിച്ചു, യേശുവേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഒരു വ്യക്തിയെ ബന്ധപ്പെടുത്തി കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നൊരു ഇൻസിഡൻറ്റ്, ഒരു പൂച്ചയെ കർത്താവ് എന്നെ കാണിക്കുക. ആ പൂച്ചയെ കിങ്ങിണി എന്ന് വിളിച്ചുകൊണ്ട് അതിൻ്റെ പുറകെ പോകുന്നൊരു കാഴ്ച കാണുന്നു. അത് മരിച്ചുപോയി, ആ പൂച്ച നഷ്ടപ്പെട്ടു പോയി. അത് നഷ്ടപ്പെട്ട നിമിത്തം അവിടെ ഉണ്ടായ ഒരു മോൾക്ക്, ആ കുടുംബത്തിലൊരു മോൾക്ക് വലിയ വിഷമമായിപ്പോയി. ഒരു പെൺകുട്ടിയാണ്, അതിന് ഭയങ്കര സങ്കടമുണ്ടായി. ആ സങ്കടം
ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ പിന്നെ പിന്നെ ആ മകളുടെ മനസ്സിലേക്ക് പല കാര്യങ്ങൾ താങ്ങാൻ കഴിയാത്ത രീതിയിൽ, പല വിഷമങ്ങളും പെട്ടെന്നത് താങ്ങാൻ കഴിയാത്തൊരു സ്വഭാവം ഉള്ള വ്യക്തിയാക്കി ആ പെൺകുട്ടിയെ മാറ്റുവാൻ നോക്കുന്ന പിശാചിൻ്റെ ഒരു നുകം ഇന്ന് ഒടിഞ്ഞു മാറുന്നു. ഈ അടയാളം കേട്ട ഭവനം ഏത് ഭവനമാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവളുടെ മനസ്സിനെ ഇന്ന് കടിഞ്ഞാണിടാൻ വേണ്ടി നോക്കുന്ന സകല പ്രവൃത്തികളും ഇപ്പോൾ ഉടഞ്ഞു മാറുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ മോക്ക് വേണ്ടി ഏറ്റെടുത്തു. ലൈവിലോ ഇന്ന് സൂമിലോ കാണുന്ന കുടുംബം ഏതാണോ, യേശുവേ ആ മകളുടെ വിഷമം കണ്ട് ആ മകളെ ബലപ്പെടുത്താൻ പോകരുതേ. ബലപ്പെടുത്തുന്നതല്ല എൻ്റെ വിഷയം, ആ മകളെ ആത്മാവിൽ തൊടുന്നതാണ് എൻ്റെ വിഷയം. ആ മോക്ക് വേണ്ടി ആരാണോ ആമേൻ പറഞ്ഞു. സൂമിലാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം, അല്ല ലൈവിലാണെങ്കിൽ ഏറ്റെടുത്താൽ മതി. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ബ്രദറെ, എന്റെ മകളായിരുന്നു. അവള് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പൂച്ച കാർ എടുത്തപ്പം കാറിന്റെ അടിയിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നാണ്. പിന്നെ ഒരു മിനിറ്റ് നിങ്ങൾ ആ സൗകര്യം കട്ടായി പോയല്ലോ. നിങ്ങളെല്ലാവരും ഇങ്ങനെ മ്യൂട്ട് മാറ്റുന്നതുകൊണ്ട് നിങ്ങൾ കോസ്റ്റായിട്ട് നിൽക്കുന്നവർ കുറച്ചും കൂടെ ഒന്ന് നോക്കിക്കുക. അനാവശ്യമായിട്ട് പറഞ്ഞു ആലോചന പറയാൻ വരുന്നവരെ മ്യൂട്ട് ചെയ്യരുതേ, ഒന്ന് ശ്രദ്ധിച്ചോണേ. അല്ലാത്തവരൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്ത് പറഞ്ഞു സിസ്റ്ററെ. ആ ബ്രദറെ, അപ്പൊ എന്റെ മകളാണ് കുറെ അവള് ഒരു 9th-ലോ 10th-ലോ ഒക്കെ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. അപ്പോഴിങ്ങനെ കാർ എടുത്തപ്പം കാറിന്റെ ഇടയ്ക്ക് അത് കുഞ്ഞു പൂച്ചയായിരുന്നു. അത് കണ്ടില്ല, ഞങ്ങളുടെ ദൃഷ്ടിയിലും പെട്ടില്ല. അങ്ങനെ അത് അപ്പോൾ വരച്ച് അവള് വല്ലാതെ അങ്ങ് കരഞ്ഞു, വല്ലാതെ അറിയടായി, ഭയങ്കര ഇതായിരുന്നു അവൾക്ക് അന്ന്. കുറേ ദിവസം അവൾക്ക് വല്ലാത്തൊരു ഇതായിരുന്നു. ഇപ്പം ബ്രദർ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ഇപ്പൊ അവള്, ഞാൻ നേരത്തെ ബ്രദറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അവളുടെ കാര്യം ഇങ്ങനെ എല്ലാം. അവളിപ്പോ കാനഡയിലാണ്, ഭയങ്കര പല പ്രശ്നങ്ങളൊക്കെ ആയി. അവള് അവിടെ പഠിക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്കത് ഓർമ്മ വന്നു ഡോക്ടർ. അങ്ങനെ മനസ്സിന് ഭയങ്കര വിഷമമായി. എത്ര വർഷം മുമ്പുള്ള കാര്യമാണ് സിസ്റ്ററെ അത്? ഒരു 8-9 വർഷത്തിന് മുമ്പുള്ളതാണ്. 8-9 വർഷം മുമ്പുള്ളത് അല്ലേ? ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്ററെ? ഈ മോളുടെ ഉള്ളിൽ വന്ന വിഷമത്തെ, അവളുടെ ഉള്ളത്തിൽ കയറിക്കൂടി ആ വിഷമത്തിലൂടെ കയറിക്കൂടിയ മനോബലത്തിൻ്റെ ബലത്തെ കെടുത്തുന്ന ഒരു തന്ത്രം ഇന്ന് പൊളിയുവാണ്. ഇന്ന് അതിലൂടെ അവളുടെ ഭാവിയെ തുറക്കുവാണെന്ന് ആമേൻ പറഞ്ഞ് മൂക്ക് വേണ്ടി ഏറ്റെടുത്തു കേട്ടോ. യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഈ ദിവസങ്ങളിൽ സാമ്പത്തിക നന്മകൾ തുറന്നു വരട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ വ്യാപരിക്കുന്നല്ലോ അപ്പ. ഇതിൻ്റെ അകത്ത് ഫേബ എന്നു പേരുള്ള മോളുള്ള, ഫേബ എന്ന് പറയുന്ന മോളുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? കൂട്ടത്തിൽ ഞാൻ കാണുന്നത് ഫേബയ്ക്ക് ഒരു ബ്രദറിനെയും കൂടെ ഞാൻ കാണുന്നുണ്ട്. ഫേബ എന്ന് പറഞ്ഞ മോളും ഒരു ബ്രദറും ഉണ്ട്. അത് ആരാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത് ആ കുടുംബം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. ആ തലമുറയുടെ ഭാവി ദൈവം തുറക്കും. കർത്താവിനോട് പറയുന്നത് അനേകർക്കൊരു അതിശയമായിട്ട് ആ മകളുടെ ജീവിതം മാറും. പറഞ്ഞു സിസ്റ്റർ. എന്റെ ചേച്ചിയുടെ മോന്റെ മോളാ ഫേബ. അവക്കൊരു ബ്രദറും ഉണ്ട്, ഒരു അനിയത്തിയുണ്ട്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. കൊച്ചിപ്പം മെഡിസിന് വേണ്ടി, പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക. മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. ദൈവങ്ങളുടെ ഭാവിയെ അതിശയമാക്കും കേട്ടോ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ്, നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ യൂണിക്കോൺ എന്ന് പറഞ്ഞൊരു കുതിരയുണ്ടല്ലോ, കണ്ടില്ല നമ്മൾ പിള്ളേർ കളിക്കുന്നത്. അങ്ങനത്തെ ഒരു പാവ, കുതിരയുടെ പാവ, അതിങ്ങനെ ഇപ്പം കയറി വരുന്ന റൂമിൽ ഒരു സെറ്റിയോ അല്ലെങ്കിൽ എന്തോ ഈ സോഫ സെറ്റ് പോലത്തെ പഞ്ഞി, അത് ആ ടൈപ്പ് കുഷ്യനുള്ള ഒരു സ്ഥലത്ത് കയറി വരുന്നോടത്ത് കിടപ്പുണ്ട് ആ കുതിരയുടെ പടം. യൂണിക്കോണിൻ്റെ കുതിര കിടക്കുന്ന അവിടെയാണ്. ആ ഒരു ഭവനത്തെ ഒരു അടയാളം കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഈ ഒരു പിതാവിനെ കർത്താവ് എന്നെ കാണിക്കുക. ഈ സിൽവർ കളറിലൊരു വാച്ച് ധരിച്ചുകൊണ്ടിരുന്ന ഒരു പിതാവിനെ അവിടെ കാണിക്കുന്നു. ആ വാച്ച് ഇങ്ങനെ ഈ നമ്മുടെ ക്ലോക്ക് ടൈപ്പല്ല, ഈ ടൈം നമ്മൾ കാൽക്കുലേറ്റിംഗ് ടൈം ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈമുള്ളൊരു വാച്ചാണ് ധരിച്ചു നിൽക്കുന്ന ഒരു പിതാവിനെ കാണുന്നുണ്ട്. ആ വാച്ചേ ഞാനിപ്പോൾ കാണുന്നുള്ളൂ, പിതാവിനെ കാണാൻ പറ്റുന്നില്ല.
ഈ അടയാളമുള്ള ഭവനം ഏതാണോ ആ ഭവനത്തിൻ്റെ അകത്തുനിന്നും എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, നിരാശ കൊണ്ടുവന്നിട്ട് സ്വസ്ഥതയെ കെടുത്തുന്ന, എപ്പോഴും പ്രശ്നങ്ങളെ കയറിക്കൂടുന്ന ഭവനത്തെ ഇന്ന് തമ്പുരാൻ തൊടുവാണ്. ആ ഭവനം ഏതാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തു. ദൈവം ആമേൻ പറഞ്ഞ് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ കാണുന്നത് ആരാണോ ഏറ്റെടുത്തോണം. ദൈവം നിങ്ങളുടെ ഭവനത്തെ തുറക്കാൻ വേണ്ടി പോകുന്നു, സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ വ്യാപരിക്കുന്നല്ലോ. നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ നിങ്ങൾ കൈ കാണിക്കുകയോ എന്തെങ്കിലും നിങ്ങൾ ടൈപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇനി മ്യൂട്ട് മാറ്റാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ, ചിലപ്പം ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പം നിങ്ങൾ ചുമ്മാ മ്യൂട്ട് മാറ്റാൻ നേരിച്ച് ചിലപ്പോൾ മ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പെട്ടെന്ന് കൈ കാണിക്കുകയോ അല്ലെങ്കിൽ അത് എന്താണോ ആലോചന അതുമായിട്ട് എന്തെങ്കിലും ഒരു ഹിൻറ്റ് നിങ്ങൾ കാണിച്ചാലും മതി. അപ്പം ഞങ്ങൾക്ക് ആളാരെന്ന് കാണാൻ പറ്റും. പറഞ്ഞോ ബ്രദർ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കാർത്തിയാനി ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ട് ലാഭമാക്കാം, ഇനി ലാഭം പോണം, തലമുറയിൽ അനുഗ്രഹിക്കാൻ പോണ കാർത്തിയാനി ഞാനാണ് ബ്രദറെ. ഇന്ന് ഏറ്റെടുത്ത ദുഷ്ട കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയായിട്ട് ദൈവം അത് മാറ്റും. നന്ദി യേശുവേ. ഒരു നിമിഷം നമുക്കിന്ന് നന്ദിയോടെ പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഇന്ന് ഈ ദിവസങ്ങളിൽ സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് വേണ്ടി ഞാൻ മിറക്കിൾ മണിക്കായി പ്രാർത്ഥിക്കുന്നു. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. 961 എന്നൊരു നമ്പർ പാസ്ബുക്കിലോ ATMിലോ 961 എന്നൊരു നമ്പർ എവിടെയെങ്കിലും പാസ്ബുക്കിലോ ATMിലോ പാസ്വേഡായിട്ടോ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഇന്ന് തന്നെ 961 എന്നൊരു നമ്പർ യൂസ് ചെയ്യുന്നത് എവിടെയാണോ പാസ്ബുക്കൊക്കെ ചെക്ക് ചെയ്യുക, ATM എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡാണ് ചെക്ക് ചെയ്യുക. ആ അക്കൗണ്ടുകളിലേക്ക് മിറക്കിൾ മണി വരാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ വിശാലതയ്ക്ക് വേണ്ടി ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. ആരാണോ ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോ, ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. പറഞ്ഞു എന്തോ എവിടെയാ? എന്റെ പിന്നെ ഈ നമ്പറാണ് നമ്മള് പിന്നെ പാസ്വേഡ് എടുക്കുന്നില്ല. ATMിന്റെ പാസ്വേഡാ? അതിപ്പോ തന്നെ ATMിന്റെ പാസ്വേഡ് അത് 9961. അതായത് ഇപ്പൊ പറഞ്ഞ നമ്പർ ഏതാ? എന്നോട് കൺഫ്യൂഷൻ ആക്കിയല്ലോ. 961 ഞാനിപ്പോ പറഞ്ഞത്. അത് ഇവിടുത്തെ നമ്പർ അത് പിന്നെ ഇതിന്റെ ATM കാർഡിന്റെ നമ്മൾ പൈസ എടുക്കുമ്പോൾ സിം നമ്പർ 961 എവിടെയാ നമ്പർ ഉള്ളത്? ബ്രദർ പറഞ്ഞത് 961 ബ്രദർ പറഞ്ഞത്. അപ്പൊ അതിന്റെ 9961 എന്നാണ് അതിന്റെ ഫസ്റ്റ് നമ്പർ. അപ്പൊ 961 അതിലുണ്ട്. അങ്ങനെയല്ല, 961 എന്നുള്ള നമ്പർ ബ്രദർ പറഞ്ഞത് 961. എന്റെ 9961 എന്നാണ് ആദ്യത്തെ നമ്പർ. ഓക്കെ, 9961. ഓക്കെ, അതായത് 961 എന്നൊരു നമ്പറാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് എവിടെയോ ഉണ്ട് ഈ നമ്പർ. ATMിലോ പാസ്ബുക്കിലോ കാർഡിലോ എവിടെയോ ഉണ്ട്. എവിടെയോ നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഈ 3 നമ്പർ എനിക്ക് വെളിപ്പെട്ടുള്ളൂ. എനിക്ക് ഈ 3 നമ്പർ വെളിപ്പെട്ടുള്ളൂ. പക്ഷെ ഈ നമ്പർ അടുപ്പിച്ചു വരണം. അതായത് ഒറ്റ ഇതിൽ അടുപ്പിച്ചുകൊണ്ട് ഇപ്പം ഉണ്ട്. അത് ATMിന്റെ പാസ്വേഡ് ആണോ? അങ്ങനെയെങ്കിൽ ഇന്ന് മുതൽ പാസ്വേഡ് മാറ്റിക്കോ. കുടുംബക്കാരത് കേൾക്കണ്ട. യേശുവിൻ്റെ നാമത്തിൽ അതിലേക്ക് മിറക്കിൾ മണി വരാൻ വേണ്ടി പോകുന്നു. അപ്പം നിങ്ങൾക്ക് അറിയാലോ, ഹൃദയ രഹസ്യമാണ് അല്ലേ? വേറെ ആർക്കെങ്കിലും ഈ പാസ്വേഡ് അറിയാവോ? വേറെ ആളും കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ ആണെന്ന്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ രണ്ടുപേരും യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. ATMിൻ്റെ അതേ സെയിം പാസ്വേഡ് ഉള്ളവർ ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ മിറക്കിൾ മണി തുറക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ മിറക്കിൾ മണി വരിക. താങ്ക് യു ഹോളി സ്പിരിറ്റ്.
നന്ദി കർത്താവേ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഇതാ ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കുമ്പോൾ അക്കൗണ്ട് നമ്പരൊക്കെ ഓർത്തൊക്കെ ഇരുന്നോണം. ഞാനത് ഓർക്കത്തൊന്നുമില്ലല്ലോ. ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും ഞാൻ ഈ നമ്പരൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ഇട്ടേക്കണേ. കാര്യം പിന്നെ ആ ഒരു ഫ്ലോയിലാണ്, ആത്മാവിൻ്റെ ഒരു ഫ്ലോയിൽ വരുമ്പോഴാണത് പറയുന്നത്. പിന്നെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഞാനും അത് ഓർക്കത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ ആരെങ്കിലും ടൈപ്പ് ചെയ്തങ്ങ് ഇട്ടോണം. അപ്പോൾ അവർക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാകാൻ പറ്റും. താങ്ക് യു ജീസസ്. ഓ യേശുവേ, ഇന്ന് കടഭാരങ്ങളുടെ മേൽ ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുകയുള്ളൂ, അല്ലാതെ ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്നൊക്കെ ഓർത്തിരിക്കരുതേ. നിങ്ങൾക്ക് എന്തുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും കർത്താവിൻ്റെ കാലഘട്ടത്തിലും പഴയ നിയമത്തിൽ എലീശയുടെ കാലഘട്ടത്തിലൊക്കെ സംഭവിച്ചതുപോലെ ആകാശത്തുനിന്ന് മഞ്ഞ കൊഴിക്കുന്നത് പോലെ നന്മ വരുമെന്ന് ദൈവം മക്കൾക്ക് വേണ്ടി സൂപ്പർ നാച്ചുറൽ തുറക്കും. ഇതുകൊണ്ടാണ് ആൾക്കാർ എതിർക്കുന്നത്. ഇത് പറയുമ്പോഴാണ് ആൾക്കാർ എതിർക്കുന്നത്. വല്ലവരിൽ നിന്നൊക്കെ വായ്പ മേടിക്കുന്നത് ആർക്കും എതിർപ്പൊന്നുമില്ലല്ലോ, കടം മേടിക്കാൻ ആർക്കും എതിർപ്പില്ലല്ലോ, അതാർക്കും കുറ്റമില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ആൾക്കാർ ഏലിയാവിൻ്റെ കാക്കയെ അയച്ചു ദൈവം തരുമെന്ന് പറയും. ഇതുപോലെയൊക്കെ സൂപ്പർ നാച്ചുറലായിട്ട് വരും. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഓ യേശുവേ, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി. ഇന്നൊരു മറ്റൊരു നമ്പർ കർത്താവിനെ കാണിക്കുക. അതിൻ്റെ അകത്ത് ആ അക്ഷരത്തിൻ്റെ അകത്ത് ആ പാസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ അക്കൗണ്ട് ഹോൾഡറുടെ ആളുമായിട്ട് ആ വ്യക്തിയുമായിട്ട് ബന്ധമുണ്ട്. അത് കറക്റ്റ് റിലേഷൻ. അതായത് സഹോദരനുണ്ട്, പേര് സുമേഷ് എന്നാണ് സഹോദരൻ്റെ പേര്. ആ പാസ്ബുക്ക് കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. സുമേഷ് എന്ന് പറഞ്ഞൊരു സഹോദരൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്കുണ്ട്. അക്കൗണ്ട് നമ്പർ ഇതുപോലെ തന്നെ, അക്കൗണ്ട് നമ്പറോ ATM നമ്പറോ ATMൻ്റെ ഏതൊരു നമ്പറാണത് കാണിക്കുന്നത്, അതും ഇതുപോലെ തന്നെ വരുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ അകത്തൊരു നമ്പറുണ്ട്, അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 9 ഒരു നമ്പർ വന്നു, ആ 9ന് മുമ്പിലൊരു 0 ഉണ്ട്. 0932 അതിനുശേഷം പിന്നെ ഒരു 0. ഈ ഇത്ര നമ്പർ കേട്ടല്ലോ, ഈ നമ്പറാണ് ഞാനിപ്പോൾ കാണുന്നത്. ആ നമ്പരുമായിട്ട് അതെ സൗകര്യമുണ്ട്. 0 നിങ്ങളെല്ലാം മിടുക്കന്മാരുണ്ട്, നിങ്ങൾ കർത്താവ് സൗകര്യമാരെല്ലാം പെട്ടെന്ന് തന്നെ നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 09320 അല്ലേ? ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ സുമേഷ് എന്ന് പറഞ്ഞൊരു സഹോദരൻ ആ വ്യക്തിക്കുണ്ട്. സഹോദരൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ ആയിരിക്കാം, എന്തുമായിരിക്കാം. സുമേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ട് സഹോദരനുമായിട്ട് നല്ല കണക്ഷനുള്ളൊരു വ്യക്തിയാണ്. അതാരാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത് അവരുടെ മേലേക്ക് കർത്താവിൻ്റെ നന്മ തുറക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പോൾ സാക്ഷ്യമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ, അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നതെങ്കിൽ ആമേൻ പറഞ്ഞ് നന്മയൊന്ന് സ്വീകരിച്ച്, അനുഗ്രഹത്തെ ഒന്ന് സ്വീകരിച്ച്, അത്ഭുത സാക്ഷ്യത്തെ ഒന്ന് സ്വീകരിച്ച്, മിറക്കിൾ മണിയെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അനാവശ്യമായിട്ട് മൈക്ക് മ്യൂട്ട് മാറ്റുന്നവരൊക്കെ ഒന്ന് മാറ്റിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സ്പിരിച്വൽ തലങ്ങളിലേക്ക് നമുക്ക് പിന്നെയും ആഴങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടൊക്കെ വരുന്നെങ്കിൽ നമുക്ക് സൂപ്പർ നാച്ചുറൽ അസാധാരണമായ പ്രൊഫറ്റിക്കൽ ഡൈമെൻഷനിലേക്കൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഡിസ്റ്റർബൻസുകൾ ഉണ്ടായാൽ പെട്ടെന്ന് നമുക്ക് ഈ പ്രാർത്ഥന എങ്ങനെയെങ്കിലും നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ചിന്ത വരും. നിങ്ങൾ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നോ, സ്പിരിറ്റിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നോ, അത്രത്തോളം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. പറഞ്ഞു സിസ്റ്ററെ. എന്റെ മോള് ഫേബയാണ്. ഒരു ബ്രദർ ഉണ്ട് ഫെബിൻ. അത് ഏറ്റെടുത്തു സിസ്റ്ററെ. കർത്താവിൻ്റെ സാക്ഷിയാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആമേൻ. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം, രോഗമുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്തൊരു കൈയെടുത്ത് വെച്ച്. ഇപ്പോൾ യേശുവിൻ്റെ മിറക്കിളിൻ്റെ ടൈമാണിത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന കഴിയുമ്പോൾ ആൾക്കാർക്ക് ചാടിപ്പോകാൻ ടെൻഡൻസി വരും. ഇത്രയും നേരം പിടിച്ചു നിന്നില്ലേ, പോകുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എപ്പോഴാണ് ഒരു മിറക്കിൾ നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് പറയാൻ കഴിയത്തില്ല. ദൈവപ്രവർത്തികൾ സംഭവിക്കുന്നില്ല. അപ്പം കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ രോഗത്തിൻ്റെ മേൽ ജയം, ഇപ്പോൾ തന്നെ വേദനകളുടെ മേൽ ജയം. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാ. കർത്താവ് ഞങ്ങളുടെ വേദനകളെ ക്രൂശിൽ വഹിച്ചതാ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ സകലതും നിവർത്തീകരിച്ചതാ. ഇപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നപ്പോൾ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമായി, അത്ഭുതത്തിൻ്റെ സാക്ഷ്യമായി ഇപ്പോൾ തന്നെ തീരുന്നല്ലോ, ഇപ്പോൾ തന്നെ മാറുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്,
താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. നന്ദി യേശുവേ. ഇപ്പോൾ തന്നെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നു, രോഗശക്തികൾ വിട്ടുമാറുന്നു, പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറുന്നു. ഇപ്പോൾ യേശുവിൻ്റെ അടിപ്പിടരാൽ സൗഖ്യം വ്യാപരിക്കുന്നു. ശരീരത്തെ ഒന്ന് ചെക്ക് ചെയ്തേ. ആ വേദന, വർഷങ്ങളായിട്ടുള്ള വേദനകൾ, ബ്ലഡിലെ കൗണ്ടുകൾ, ബന്ധനങ്ങൾ, മുഴകൾ, രോഗങ്ങൾ, ക്യാൻസറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിരിക്കുന്നു, അത്ഭുതമായി തീർന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് തൊട്ട് വിടുവിച്ചിരിക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നു. ഇത് സാക്ഷ്യത്തിൻ്റെ സമയമാണ്. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതിന് ശേഷം നമുക്ക് സാക്ഷ്യമുള്ളവരുടെ കേൾക്കാം. കർത്താവിൻ്റെ വേലയിൽ എല്ലാ ദിവസവും വിതയ്ക്കുന്നവർക്കായി ഞാൻ നന്ദി പറയുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും. ഈ സുവിശേഷം അനേകടങ്ങളിൽ എത്തണം. അതിനുവേണ്ടി നിങ്ങൾ വിതയ്ക്കുക. അതിനുവേണ്ടി ദശാംശങ്ങൾ എല്ലാ മാസവും മാറ്റിവെക്കുന്നവരുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ അല്ലാതെ ബ്ലെസ് ചെയ്യുന്നവരുണ്ട്, മാറ്റിവെക്കുന്നവരുണ്ട്. ഞാൻ അവരെയൊക്കെ അനുഗ്രഹിക്കുന്നു. ഒന്നും നഷ്ടമല്ല കേട്ടോ. ഞാൻ ചിലർ വയ്ക്കും, ബ്രദറെ എൻ്റെ ജീവിതത്തിൽ വിതയ്ക്കുന്നതുകൊണ്ട് ഗുണമുണ്ട്, വിതയ്ക്കുന്നവനെ കൊയ്യാൻ കഴിയത്തുള്ളൂ. ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വർദ്ധിക്കട്ടെ, അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാകട്ടെ. തകർന്നു പോകത്തുമില്ല, നശിച്ചു പോകത്തുമില്ല. വാരി വിതറി കൊടുക്കും, വാരി വിതറി കൊടുക്കുവാൻ നന്മ നിറയട്ടെ. കർത്താവിൽ കൂടുതൽ ഇപ്പോഴും കർത്താവ്, ഞാനിത് വിതയ്ക്കുമ്പോൾ പറയണം, ഈ സുവിശേഷം അനേകങ്ങളിൽ എത്തണം, ഈ സത്യസുവിശേഷം അനേകരുടെ ജീവിതത്തിലെത്തണം. അവരെ വിടുവിക്കുന്നത് എനിക്കൊരു അനുഗ്രഹമാണ്. ഓരോ വിടുതൽ ലഭിക്കുമ്പോഴും വിതച്ചവർക്കും അതിൽ പങ്കുണ്ട് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയം ആർക്കെങ്കിലും ഒരേ ആലോചന, ഒരേപോലെ ഇടപെടുന്നവർ എൻ്റെയും കൂടെ ആണെന്ന് പറയേണ്ടടുത്ത് നിങ്ങൾ ഏറ്റെടുത്താൽ മതി. ഏറ്റു പറയണ്ട, സമയം നിങ്ങൾ കൊടുക്കുക. മറ്റൊരാൾക്ക് സാക്ഷ്യം പറയും. സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, എന്തോ? ബ്രദറെ, ഞാൻ ഇന്നലെ രാവിലെ 7 മണിക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ ചർച്ചിലുള്ള ഒരു സഹോദരി കുറേ മാസങ്ങൾക്ക് മുമ്പ് എന്നോട് കാശ് കടം ചോദിച്ചു. അപ്പൊ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. 2 പ്രാവശ്യം അവർ ചോദിച്ചപ്പോഴും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല, എൻ്റെ കയ്യിലില്ലായിരുന്നു. ഇന്നലെ രാവിലെ ഞാൻ കിച്ചണിൽ നിന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വന്നു. അയ്യോ പാവം, അവരെൻ്റെ അടുത്ത് ചോദിച്ചോ കൊടുക്കാൻ പറ്റിയില്ലല്ലോ. മാസം ആദ്യം അവർ ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റിയേനായിരുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് കഴിഞ്ഞ സമയത്ത് എൻ്റെ ഫോണിൽ അവരുടെ കോൾ വരുന്നു. വന്നിട്ട് എൻ്റെ അടുത്ത് അവർ അതേപോലെ ചോദിച്ചു, സിസ്റ്ററെ എനിക്ക് 1500 രൂപ അയച്ചു തരാമോ, എനിക്ക് അത്യാവശ്യമാണെന്ന്. അപ്പോൾ ദൈവം എന്നോട് അത് മുന്നമേ വെളിപ്പെടുത്തി തന്നു. ഞാൻ ഉടനെ തന്നെ അവർക്ക് 1500 രൂപ ചെയ്ത് കൊടുക്കുവാനിടയായി. അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ദൈവം അങ്ങനെ ഒരു കൃപ തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ അന്നൊരു ദിവസം ബ്രദർ എൻ്റെ അടുത്ത് മാമൻ്റെ മക്കളുടെ വീട്ടിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ദൈവത്തോട്, യേശുവേ എന്നോട് സംസാരിക്കണമേ, ഞാൻ അവിടെ പോകണമോ എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ ബൈബിൾ എടുത്തപ്പോൾ യെഹെസ്കേൽ 3:18-19 കിട്ടി. കാരണം ദുഷ്ടനോട് നീ ചെന്ന് പറയേണ്ടത് പറയണം, പറഞ്ഞില്ലെങ്കിൽ അവരുടെ രക്തത്തിന് നീ അവകാശിയാണ്, പറഞ്ഞാൽ നിനക്ക് ദോഷമില്ല എന്നുള്ളൊരു വചനം കിട്ടി. അപ്പോൾ അവിടെ ഞാൻ ഉറപ്പിച്ച് അങ്ങോട്ട് പോകേണ്ടത് ദൈവാത്മാവ് ബ്രദറിൽ കൂടി എന്നോട് സംസാരിച്ചതാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടാണ് ഞാൻ അവരുടെ വീട്ടിൽ പോയത്. ദൈവത്തിന് സ്തോത്രം. ബ്രദറെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞാനിവിടെ മ്യൂട്ടായി പോയതാണ് സൗണ്ട്. എനിക്ക് നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നവർ പെട്ടെന്ന് നിങ്ങൾ ആരെ മ്യൂട്ട് ചെയ്യരുത്. അവർ സാക്ഷ്യം പറയാൻ വേണ്ടി വരുന്നതാണ്. മറ്റാരെങ്കിലും ഉണ്ടോ പറയാൻ? പറഞ്ഞു. ബ്രദറെ, ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ?
പറഞ്ഞു സിസ്റ്റർ, ഞാനിവിടെ മ്യൂട്ടായി പോയായിരുന്നു. ഞാനത് പറഞ്ഞായിരുന്നു. കർത്താവ് സിസ്റ്റർക്ക് അങ്ങനെ കൃപാവരം തുറന്നു, മുൻകൂട്ടി കാര്യങ്ങളെ കാണാനുള്ള ഒരു ദർശനം തുറന്നിട്ടുണ്ട്. അത് ജ്വലിപ്പിക്കുക കേട്ടോ. അത് കൂടുതൽ ഇനിയും കർത്താവ് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി വെളിപ്പെടുത്തുന്ന കൃപാവരമാണത്. ജ്വലിപ്പിക്കുക, ഇനിയും ആഴങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുപോകണം. ഞാനത് പറഞ്ഞിരുന്നു, പക്ഷേ ഇവിടെ മൈക്ക് എൻ്റെ മ്യൂട്ടായി പോയതാ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. എന്തോ? എന്റെ മകളുടെ കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു. രാത്രി എന്തേലും പ്രസവിച്ചിട്ട് 2 മാസമായിട്ടുള്ളൂ. ഇന്നലെ ഭയങ്കരമായിട്ട് കരച്ചിലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ യാത്രയായി കഴിഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചപ്പോ കുറച്ചിന്റെ കരച്ചില് മാറി സുഖമായിട്ട് കിടന്നുറങ്ങി. എന്നാലും ഈ ഒരു വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ കൊച്ചിനോട് കരച്ചിൽ തുടങ്ങും. യേശുവിനോട് നന്ദി പറയാൻ ആ കരച്ചിൽ മാറി. എത്ര ദിവസമായി അറിയുമ്പോ ഉറങ്ങിയിട്ട്. നന്ദി കർത്താവെ, കുഞ്ഞിനെ ദൈവം വിടിവിച്ച കൃപയ്ക്ക് എന്ന് പറയുക. അവർ പറഞ്ഞ പോലെ തന്നെ ഉറക്കമില്ലാത്ത അവസ്ഥകളായിരുന്നു. ദൈവം അവിടെ നിന്നൊക്കെയും വിടിവിച്ചതിന് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ബ്രദറെ, പറഞ്ഞു. ഓഗസ്റ്റ് 1 ഒരു ഫ്രൈഡേ ബ്രദർ ഒരു ദൂത് പറഞ്ഞായിരുന്നു. ഒരു വീട്ടില് റോബിൻസൺ എന്ന് പറഞ്ഞൊരു വസ്തുവുണ്ട്. ആ ഭവനത്തിൽ തന്നെയുള്ള ഓഗസ്റ്റ് മാസം ജനിച്ച ഒരു തലമുറ അനുഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പൊ എന്റെ ഹസ്ബൻഡ് അത് ഏറ്റെടുത്തായിരുന്നു. കാരണം എന്റെ അനിയന് നഴ്സിംഗ് പഠിക്കും. അപ്പൊ 2nd സെമിസ്റ്ററിൽ ഒരു എക്സാം അവന് കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഇന്നലെ റിസൾട്ട് വന്നു. 2nd സെമിസ്റ്ററും ഫുള്ളും പാസ്സായി, 4th സെമിസ്റ്ററും ഫുള്ളും പാസ്സായി. അവൻ ക്ലാസ് ടോപ്പറും ആയി. ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. ആമേൻ. പരാജയം സംഭവിച്ചവനായിരുന്നു അല്ലേ? അതെ അതെ അതെ. 1 മാർക്കിന് അവന് ഒരു സബ്ജക്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവന് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഞങ്ങൾ പറയുകയും ചെയ്തു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇപ്രാവശ്യം എന്താണേലും കിട്ടും 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 എന്ന് പറഞ്ഞു. ഇന്നലെ റിസൾട്ട് വന്നു, അവൻ ക്ലാസ് ടോപ്പറായി. ഓ സ്വോത്രം. അത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. ദൈവാത്മാവ് അടയാളത്തെ വെളിപ്പെടുത്തി അവരത് ഏറ്റെടുത്തു. ആ മകൻ വലിയ നിരാശ. അപ്പോൾ പിശാചിൻ്റെ തന്ത്രമാണ് നിരാശപ്പെടുത്തി പരാജയപ്പെടുത്തി നിങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത്. പക്ഷേ ജയം കൊടുത്തു. ആ പരാജയപ്പെട്ടു കൊടുത്ത് ബെസ്റ്റ് ടോപ്പറായിട്ട് ദൈവം മാനിച്ചു. ഗോഡ് ബ്ലെസ് യു. ഇനിയും ഇനിയും നന്മകളാൽ നിറയ്ക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രയർ റിക്വസ്റ്റുകളുള്ളവരെല്ലാം നിങ്ങൾ പോകണ 4 നമ്പറുണ്ട്, അതിലേക്ക് അയയ്ക്കുക. അതിൽ നിന്നും പ്രാർത്ഥിച്ച് മറുപടി പറയുന്നതായിരിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഞാൻ ഓരോരുത്തരെ പറയുന്നതനുസരിച്ച് മൈക്ക് മ്യൂട്ട് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ പറയണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ സാക്ഷ്യമുള്ളവർ. പറഞ്ഞു. എന്തോ കേൾക്കാം. ബ്രദറെ, കഴിഞ്ഞ ദിവസം എൻ്റെ മോളുടെ വീട്ടുപേര് പറഞ്ഞായിരുന്നു, ദാനവേലിൽ എന്നൊക്കെ പറഞ്ഞ അവിടെ വീട്ടിൽ നിന്ന് രോഗത്തിന്റെ ആത്മാവിനെ ഓടിപ്പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം മോൾക്ക് വേണ്ടിയിട്ട് തന്നെ അവളുടെ പേര് പറഞ്ഞു. ഒരു പ്രാവശ്യം മീര എന്ന് പറഞ്ഞവളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ അപ്പോൾ അവൾക്കിപ്പം അതൊരു സാക്ഷ്യമാണ്. അത് അവളുടെ ജോലിയിൽ അവൾക്ക് കുറെ കൂടെ ഉയർച്ചയുള്ള ജോലിയിലേക്ക് അവൾ പ്രവേശിച്ചു. അവളവിടെ ഓസ്ട്രേലിയയിൽ നേഴ്സാണ്. അപ്പോൾ അന്നേരം അവിടെ അവളൊരു 7th ഗ്രേഡിലേക്ക് അവൾക്ക് ആ ഒരു ഉയർച്ച പിന്നെ വന്നിട്ടുണ്ട്. അത് ഞാനത് ഇവിടെ സാക്ഷ്യമായിട്ട് പറയുന്നു. കാരണം ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ, ആപ്പാടെ ഒരു ചെറിയൊരു പോസ്റ്റ് ഗ്രാജുവേഷനേ ഉള്ളൂ. പക്ഷെ ഒത്തിരി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്തിട്ടുള്ളവർക്ക് പോലും കൊടുക്കാത്ത, മറ്റാർക്കും കിട്ടാത്തൊരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു സെക്ഷനിലേക്ക് അവൾ 7th ഗ്രേഡിലേക്ക് അവൾക്ക് പ്രൊമോഷനായി 18-ാം തീയതി ജോയിൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ കുഞ്ഞിന് സംസാരിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു രോഗങ്ങളെല്ലാം ഓടിപ്പോകുന്ന, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ട് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് രണ്ടും സാക്ഷ്യമായിട്ട് ഇവിടെ പറയുകയാണ്. ചേട്ടൻ, അവളുടെ ഹസ്ബൻഡ്, ചേട്ടൻ്റെ കുഞ്ഞുങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അമ്മയും ഞാൻ ഈ ലിങ്ക് അയച്ചു കൊടുത്ത അമ്മ എല്ലാ ദിവസവും കയറുന്നുണ്ട്. അവരെല്ലാവരും ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും അത് കേട്ടപ്പം വലിയ സന്തോഷമായി. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം താങ്ക് യു ബ്രദറെ. നന്ദി കർത്താവേ. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ വലിയ സാക്ഷ്യമാണ്. ദൈവാത്മാവ് വീട്ടുപേര് വെളിപ്പെടുത്തി, ആ മകളുടെ പേര് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ പോലെ തന്നെ അർഹിക്കാത്ത നന്മ, ആ പ്രമോഷൻ്റെ മേഖലകളെ ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് ദൈവം തുറന്നു. ഇനിയും ഇനിയും ദൈവം നന്മകളാൽ നടക്കും. കർത്താവ് ആലോചനയിൽ വിശ്വസ്തൻ. ആലോചനയിലൂടെ ഡോറുകളെ തുറക്കുന്ന ദൈവമാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞാട്ടെ, നമ്മുടെ സമയങ്ങൾ മുന്നോട്ട് ഒത്തിരി പോകുന്നു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ
പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം, നിങ്ങളെപ്പോഴും ഞാൻ പറഞ്ഞ പോലെ മ്യൂട്ട് മാറ്റാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഇവിടെ നമ്മൾ ഒരുമിച്ച് ഒരു മ്യൂട്ട് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട്, സൗണ്ട് ഇത് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റാതെ വരുന്നുണ്ട്. അവിടെ ഏതെങ്കിലും കാരണത്താൽ സാക്ഷ്യം പറയാതെ പോകുന്നുണ്ടെങ്കിൽ പറയണം. സാക്ഷ്യം, ഒരു സാക്ഷിയെ മറ്റൊരു സാക്ഷി ഉളവാക്കി. നിങ്ങളുടെ സാക്ഷ്യം അനേകർക്കൊരു അത്ഭുതമാണ്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് തന്നതിനായി നന്ദി. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വ്യക്തിപരമായി എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ കർത്താവ് ഇനിയും വളർത്തുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. നന്മകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്ത്. എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്ത്, എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്ത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവ്. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ, വലിയ കൃപകളാൽ നിറയ്ക്കുമാറാകട്ടെ, വൻ കാര്യങ്ങളെ ചെയ്യട്ടെ, കണ്ടുകൊണ്ട്